ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ നടന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം തകർക്കുന്ന ഒരു ക്രൂര കൃത്യത്തിന്റെ കഥയാണ്. കഥയുടെ തുടക്കത്തില് കാശ്മീരിലെ ബാരാമുല എന്ന സ്ഥലത്തുള്ള കുറച്ച് കുട്ടികളെ തുടർച്ചയായിട്ട് കാണാതെയാവാണ്. എന്നാൽ അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അതുപോലെ ഈ കേസന്വേഷണം ഏറ്റെടുത്ത നായകൻ ഡിവൈഎസ്പിയുടെ വീടിനും ചുറ്റുഭാഗത്തും പല അമാനുഷിക സംഭവങ്ങളും നടക്കാണ്. ഇതിന്റെയൊക്കെ പിന്നിലെ രഹസ്യങ്ങളെ തേടി പോകുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റും മിസ്റ്ററിയും ഹൊററൊക്കെ നിറച്ച പല ചുരുളുകളും വഴിയാണ്. അപ്പോൾ ആ രഹസ്യങ്ങളിലേക്ക് നമുക്കും പോയാലോ? അതിനു മുൻപ് ഇതുവരെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നുപോയ കൂട്ടുകാരൊക്കെ മറക്കാതെ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. ഈ കഥയുടെ ആരംഭത്തില് ഒരു ചെറിയ കുട്ടിയിലെ കാശ്മീരിലെ ഒരു മഞ്ഞ് മലപ്രദേശത്തിലെ മഞ്ഞിന്റെ ഇടയില് ഒരു വെള്ള പൂവ് കാണാണ്. അവൻ കൗതുകത്തില് മഞ്ഞിൽ ഇതുപോലെ പൂവ് വിരിയോ? അത് പറിക്കാൻ നോക്കുമ്പോ പെട്ടെന്ന് അവന്റെ ഫാമിലിയിലെ ആരും അവനെ വിളിക്കാണ്. അങ്ങനെ അവരുടെ അരികിലേക്ക് അവൻ തിരിച്ചോടി പോകുന്നുണ്ട്. അടുത്ത സീനില് അന്ന് രാത്രിയിലെ നഗരത്തിൽ വെച്ചിട്ട് ഒരു മാജിക് ഷോ നടക്കുന്നുണ്ട്. അപ്പോ മജീഷ്യനില്ലേ അവിടുത്തെ ആളുകളെ വെല്ലുവിളിക്കാണ്. നിങ്ങളിലെ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ഈ ഒരു മാജിക് ബോക്സിലേക്ക് വന്ന് കയറ്. നിമിഷ നേരം കൊണ്ട് ഞാൻ നിങ്ങളെ വാനിഷ് ആക്കി കാണിച്ചു തരാം. എന്നാല് ജനങ്ങളൊക്കെ ഒന്ന് പേടിച്ചു നിൽക്കുമ്പോഴാണ് കുറച്ചു നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ചെറിയ പനിലെ അവനും ആ ഒരു ജനക്കൂട്ടത്തില് ആ മാജിക് കാണുന്നുണ്ട്. അപ്പോ മുഖം മറച്ച ഏതോ ഒരു വ്യക്തി ആ കൂട്ടത്തിൽ നിന്ന് ആ പയ്യനോട് തലയാട്ടി കാണിക്കുന്നുണ്ട്, പോയി ആ ബോക്സിൽ കയറടാ. അപ്പോ ആ ഒരു പയ്യനും കൈ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇവരിൽ വലിയ ആൾക്കാർക്കില്ലാത്ത ധൈര്യം എനിക്കുണ്ട്. എന്നാല് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ആ ഒരു കുട്ടിയെ കാണാതെയായി എന്നുള്ള ഒരു മിസ്സിംഗ് പോസ്റ്ററാണ്. അവസാനമായിട്ട് അവൻ ആ പെട്ടിലല്ല കയറിയത്. എന്നാൽ അപ്പോഴാണ് ആ ഗ്രാമത്തിലെ ഈ പയ്യനെ പോലെ കുറേയധികം കുട്ടികളെ പല സ്ഥലത്ത് വെച്ച് പല സമയത്തായിട്ട് കാണാതെയായിട്ടുണ്ട്. എന്നാൽ ആ കുട്ടികൾക്കൊക്കെ എന്താണ് സംഭവിച്ചെന്ന് ഒരു തെളിവും ഇതുവരെ പോലീസിനോ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനോ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ആ ഒരു കുട്ടി ഒരു സാധാരണ പയ്യനല്ല, ആ നാട്ടിലെ MLAയുടെ മകനാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ പോലീസുകാരെ കൊണ്ട് ഒരു കാര്യം നടക്കില്ലെന്ന് ഉറപ്പായതുകൊണ്ട് പുതിയ ഒരു വിദഗ്ധനായിട്ടുള്ള DYSP ഓഫീസറെ ആ നാട്ടിലെ മിസ്സിംഗ് കുട്ടികളുടെ കേസ് അന്വേഷണം ഏൽപ്പിക്കുകയാണ്. അങ്ങനെ തന്റെ ഭാര്യയും മകനും മകളും അടങ്ങിയ തന്റെ ഫാമിലിയുമായിട്ട് ആ ഗ്രാമത്തിലേക്ക് പോലീസ് വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടികൾക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ന്യൂസിൽ ചില വാർത്ത പോകുന്നുണ്ട്. അത് ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വാർത്ത കേട്ട പോലീസ് ഡ്രൈവർ പറയുന്നുണ്ട്, സാറേ എന്റെ സംശയം എന്താണെന്ന് വെച്ചാല് ആ ഒരു മജീഷ്യനില്ലേ അവൻ തന്നെയായിരിക്കും ആ കുട്ടികളെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവുക. എന്നാൽ ഹീറോ അവനെ കണ്ടു കഴിഞ്ഞാല് അങ്ങനെ ഒരു കിഡ്നാപ്പറായിട്ട് തോന്നില്ല. പറഞ്ഞു തീർന്നില്ല, പെട്ടെന്ന് എന്തോന്ന് വണ്ടിയുടെ മുമ്പിൽ പെട്ട പോലെ ബ്രേക്ക് ചവിട്ടാണ്. ഡ്രൈവർ എന്താ നോക്കാൻ പുറത്തിറങ്ങിയപ്പോ നമ്മുടെ ഹീറോ DYSPയുടെ തള്ള വിരല് വല്ലാതെ വിറക്കിയാണ്. അപ്പോഴാണ് തന്റെ ജീവിതത്തിൽ നടന്ന ഒരു ഫ്ലാഷ് ബാക്കില് ആരെയോ ഒരാളെ രക്ഷിക്കാനായിട്ട് തന്റെ ഗണ്ണുമായിട്ട് പിന്നാലെ പോയി ആർക്ക് നേരെയോ ഷൂട്ട് ചെയ്യുന്ന കാണുന്നത്. അപ്പോ പുറത്ത് എന്താ നോക്കാൻ പോയ ആ ഒരു ഡ്രൈവർ പോലീസില്ലേ, സാറെ പേടിക്കാനൊന്നുമില്ല, ഏതൊരു ജീവി പാസ് ചെയ്ത് പോയതാ. അങ്ങനെ അവർക്ക് സ്റ്റേ ചെയ്യാനുള്ള ആ ഒരു വീട്ടിലേക്ക് അവര് കൊണ്ടുവന്നാക്കാണ്. അങ്ങനെ മക്കളെ ആ വീട്ടിലെ റൂമുകളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ഹെൽപ്പിനായിട്ട് ഇക്ബാൽ എന്ന ഒരാളെ നമ്മുടെ പോലീസുകാരൻ പരിചയപ്പെടുത്തുന്നത്. ഇദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ല, ആംഗ്യ ഭാഷയില് കാര്യങ്ങൾ മനസ്സിലാക്കി തരും. അപ്പോഴാണ് നമ്മുടെ DYSP ആ വീട്ടിലെ ലാൻഡ് ഫോൺ ഒന്ന് ചെക്ക് ചെയ്യുന്നത്. എന്നാൽ ഇത് വർക്കാവുന്നില്ല. ഇതൊന്ന് നോക്കിക്കണമെന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ലാൻഡ് ഫോൺ യൂസ് ചെയ്യും സാറേ. അപ്പൊ ഹീറോ ഒരു നോട്ടം നോക്കിയപ്പോ തന്നെ അങ്ങനെ പറയുന്നുണ്ട്, സാറ് നാളെ തന്നെ ശരിയാക്കിയേക്കാം. അങ്ങനെ തന്റെ ഫാമിലി വീട്ടിലാക്കിയ ശേഷം ഹീറോ DYSP നേരെ ചെല്ലുന്നത് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ സ്റ്റേഷനിലേക്കാണ്. എന്നാൽ തടിച്ചു കൂടിയ ജനങ്ങള് ഇനിയും ഇതുപോലെ കുഞ്ഞുങ്ങളെ കാണാതാവെന്ന് ചോദിച്ച് ഹീറോയുടെ പിന്നാലെ വരുമ്പോ നേരെ സ്റ്റേഷനിലേക്ക് കയറി തന്റെ കൊളീഗിനോട് ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും ദൃക്സാക്ഷികളുണ്ടോ? സാറേ 2-3 ആളുകളുണ്ട്, അവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫോറൻസിക് റിപ്പോർട്ട് വന്നപ്പോ ആ ഒരു കുട്ടി ആ ഒരു ബോക്സിൽ ഉണ്ടായിരുന്നു എന്ന കാര്യവും തെളിഞ്ഞിട്ടുണ്ട്. മജീഷ്യനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോയി നോക്കുമ്പോ ആ ഒരു മജീഷ്യൻ അവന്റെ പേര് മൻസൂർ എന്നാണ്. അവൻ പേടിച്ച് വിറച്ചോണ്ടിരിക്കുകയാണ്. ഓൾറെഡി പോലീസ് കണക്കിന് കൊടുത്ത് ശരീരം മുഴുവൻ മുറിഞ്ഞ് ചോര ഒലിക്കുന്നുണ്ട്. അപ്പോ അങ്ങേർക്ക് മാജിക് ചെയ്യാനുള്ള പെർമിറ്റ് ഉണ്ടെന്ന് നോക്കുമ്പോൾ ഇല്ലീഗലായിട്ടാണ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. എന്നാൽ ഹീറോയ്ക്ക് മൻസൂറിനെ കണ്ടപ്പോ തന്നെ ഒരു അടി കൊണ്ട് ഇങ്ങനെയും വിറയ്ക്കുന്നുണ്ടെങ്കിൽ കുട്ടികളെ കടത്താൻ മാത്രമൊന്നും ഇയാൾക്ക് ധൈര്യമില്ല. അപ്പോ ഇതിന്റെ പിന്നിൽ വേറെ ആരുമാണ്. എന്നാലും ഒന്നുകൂടെ ഉറപ്പിക്കണല്ലോ. അപ്പോ അവനോട് പറയുന്നുണ്ട്, നീ ആ സ്റ്റേജിൽ വെച്ച് നടത്തിയ മാജിക് ഇല്ലേ അതെന്റെ കൺമുമ്പിൽ വെച്ച് ഇപ്പോ ഒന്ന് ചെയ്ത് കാണിക്കേ. അപ്പൊ അവനാണെങ്കിലേ എനിക്ക് കണ്ണില് കാച്ചില് വരയ്ക്കാതെ ഒരു കുട്ടിയുമില്ലാതെ ചെയ്യാൻ പറ്റില്ല സാറേ. അപ്പോഴാണ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് ചായ കൊടുക്കാൻ ഒരു കുട്ടി വരുന്നത്. അപ്പൊ ഹീറോ, എന്നാൽ ഈ കുഞ്ഞിനെ കൊണ്ട് ചെയ്ത് കാണിക്കേ. അപ്പോ ആ ഒരു കുഞ്ഞിനോട് ആ ഒരു ബോക്സില് കഴിഞ്ഞ രാത്രി കാണാതായ ഒരു കുട്ടിയിലെ അവന്റെ പേര് അൻസാരി എന്നാണ്. അപ്പോ അവനോട് തന്റെ കണ്ണിലേക്ക് ഒന്ന് നോക്കുന്നു പറഞ്ഞ് പതി ഹിപ്നോട്ടിസ് ചെയ്ത പോലെ ആ ഒരു ബോക്സിന്റെ
ഉള്ളിൽ കയറ്റിയതാണ്, അതുപോലെ തന്നെ സ്റ്റേഷനിൽ വെച്ച് ഇപ്പോൾ ഈ ഒരു കുഞ്ഞിനെയും ആ ബോക്സിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളൊക്കെ തുറന്നു കാണിക്കുന്നു പറയുമ്പോൾ ആ ഒരു മജീഷ്യൻ ആ ബോക്സ് തുറന്നപ്പോ അൻസാരി എന്ന ആ ഒരു കുട്ടിയും ഇപ്പോ സ്റ്റേഷനിലേക്ക് ചായ കൊടുക്കാൻ വന്നില്ലേ, ആ കുട്ടിയും ആ ഒരു ബോക്സിൽ കാണുന്നില്ല. അപ്പൊ ഹീറോ പറയുന്നുണ്ട് ആ ഉള്ളിൽ മറച്ചു വെച്ച പലക മാറ്റി കുഞ്ഞിനോട് പുറത്തു വരാൻ പറ. അതുപോലെ തന്നെ ബോക്സിൽ നിന്ന് കുഞ്ഞ് പുറത്തു വന്ന് ഓടിപ്പോവാണ്. എന്നാൽ തലേന്ന് രാത്രി അൻസാരി എന്ന കുട്ടിയെ അതുപോലെ ബോക്സിനുള്ളിൽ ചെക്ക് ചെയ്തപ്പോ ആ കുഞ്ഞിനെ കാണാനുണ്ടായിരുന്നില്ല. മറിച്ച് ആ ഒരു കുഞ്ഞിന്റെ മുടിയില്ലേ ആരോ അവിടെ മുറിച്ചു വെച്ചതുപോലെ കാണുന്നുണ്ട്. ആ ഒരു മജീഷ്യൻ പറയുന്നുണ്ട്, സാറേ ഇന്നലെയും ഇതുപോലെ തന്നെയാ ഞാൻ അവിടെ മാജിക് ചെയ്തേ, എന്നാൽ ആ കുഞ്ഞിന് എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല. ബാരാമുല എന്ന ആ സ്ഥലത്ത് മാജിക് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരിലെ ആരെങ്കിലും ആയിരിക്കാം ആ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവുക. സാറേ അവരോട് ആരോടെങ്കിലും ചോദിച്ചു നോക്ക്. എന്നാൽ അസിസ്റ്റന്റ് അങ്ങനെ അടുത്ത് പഞ്ഞു കിടുമ്പോ ഹീറോ പറയുന്നുണ്ട്, അയാളെ വിട്ടേക്ക്, അയാളാവാൻ സാധ്യതയില്ല. അങ്ങനെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും അയാളുടെ ഫോട്ടോ റിമൂവ് ചെയ്യാണ്. എന്നിട്ട് ആർക്കും അറിയാത്ത ഏതോ ഒരു അജ്ഞാതനാണ് ഇതിന്റെ പിന്നിലെന്ന് ഒരു ഹിഡൻ ഫോട്ടോ പതിക്കുന്നുണ്ട്. അപ്പൊ അസിസ്റ്റന്റ്, അല്ല സാറേ സാറിന് തോന്നാൻ കാരണം എന്താ? അപ്പോഴാണ് ഹീറോ എവിഡൻസ് ആയി കളക്ട് ചെയ്തിട്ടുള്ള ആ ഒരു അൻസാരി എന്ന കുട്ടിയുടെ മുടി എടുത്ത് കാണിച്ചു കൊടുക്കുന്നത്. നോക്കുമ്പോൾ നല്ല വൃത്തിക്ക് കത്തരക്ക് വെച്ചിട്ടാണ് മുടി കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അസിസ്റ്റന്റ്, അല്ല സാർ ഇതിന്റെ പിന്നിലെ ഉദ്ദേശം എന്തായിരിക്കും? അതുമല്ല ആ ഒരു കിഡ്നാപ്പർ അവൻ എവിടുന്നാ വന്ന് എങ്ങോട്ടാ പോയേ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഹീറോ പറയുന്നുണ്ട്, നമ്മുടെ MLAയുടെ മകനല്ലേ, അങ്ങേർക്ക് കുറേയധികം ശത്രുക്കളുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നേരിട്ട് അങ്ങേരെ ഒന്ന് കണ്ടാളെ. അടുത്ത സീനില് ബാർബർ ഷോപ്പിൽ വെച്ച് ഒരുത്തൻ ക്ലീൻ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു താടിക്കാരൻ വന്നിട്ട് പറയുന്നുണ്ട്, പുതിയൊരു DYSP കേസ് ഏറ്റെടുത്തിട്ടുണ്ട്, വള്ളിയാവും തോന്നുന്നുണ്ട്. അടുത്തത് അയാൾ നേരെ ആ MLAയുടെ അരികിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോ ക്ലീൻ ഷേവ് ആ DYSPയെ കുറിച്ച് ഒന്ന് ശരിക്കും അന്വേഷിച്ച് വെച്ചേക്ക് അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അതേ സമയത്ത് നമ്മുടെ ഹീറോയുടെ മകനില്ലേ, അവൻ വീട്ടിൽ വെച്ചിട്ട് ഒരു ബോൾ കൊണ്ട് കളിച്ചോണ്ടിരിക്കുമ്പോ റൂമിന്റെ ഒരു ഭാഗത്ത് ചവിട്ടി പോകുമ്പോ അതിന്റെ ഉള്ളിൽ എന്തോ ഉള്ള പോലെ ശബ്ദം കേൾക്കാണ്. അപ്പോ പതിയെ ആ ഒരു റൂമിലെ കാർപ്പറ്റ് ഒക്കെ മാറ്റിയിട്ട് നോക്കുമ്പോ ഒരു ബോക്സ് റൂമിലായിട്ട് മൂടി വെച്ച പോലെ. ആ ബോക്സ് തുറന്നു നോക്കുമ്പോ അതില് കുറേയധികം ഈ കണക്കുകളൊക്കെ നോക്കുന്ന സൈസ് ചെറിയ ശംഖുകളില്ലേ, ആ ശംഖ് കാണാണ്. അപ്പോ അവൻ ആ ശംഖ് എറിഞ്ഞ് കളിക്കുമ്പോഴാണ് അവന്റെ ആ റൂമിന്റെ മുകളില് സീലിംഗിന്റെ മുകളിലൂടെ ആരോ നടന്നു പോകുന്ന പോലെ അവന് ഫീൽ ചെയ്യുന്നുണ്ട്. അവൻ ശരിക്കും നോക്കുമ്പോ മുകളിലെ നിലയിലൂടെയാണ് നടന്നു പോകുന്നത്. ഉള്ളില് ഭയത്തോടെ പതിയെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നിട്ട് അവൻ ആ റൂമിന്റെ പുറത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ പതിയെ മുകളിൽ കയറി ബാൽക്കണിയുടെ അരികിലെ ആ ഒരു റൂമിന്റെ അടുത്തേക്ക് എത്താനായപ്പോ റൂമിൽ നിന്ന് ഏതോ ഒരു ചെറിയ പെൺകുട്ടി ചിരിച്ച് കളിക്കുന്ന പോലത്തെ ശബ്ദം കേൾക്കുകയാണ്. പതിയെ വാതിൽ ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോ ഭക്ഷണം കഴിക്കാന് അവന്റെ ഉമ്മ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാരും കൂടി ഭക്ഷണം കഴിക്കുമ്പോഴാണ് മൂത്ത മകളില്ലേ അവള് പറയുന്നത്, ഈ വീട്ടില് വൈഫൈ വർക്കാവുന്നില്ല, അത് മാത്രല്ല റേഞ്ചും കിട്ടുന്നില്ല. അവളുടെ ഉമ്മയാണെങ്കിൽ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ, എല്ലാം പതിയെ ശരിയാക്കി എടുക്കാം. അത് മാത്രല്ല എന്റെ റൂമിലെ ഹീറ്റർ വർക്കാവുന്നില്ല, ഈ തണുപ്പത്ത് ഹീറ്റർ ഇല്ലാതെ എങ്ങനെയാ പിടിച്ചേക്കാൻ പറ്റുക? എന്നാൽ ഇതൊക്കെ കേട്ടിടും നമ്മുടെ ഹീറോ റിയാക്ട് ചെയ്യുന്നില്ല. അപ്പൊ അവള് പറയുന്നുണ്ട്, എന്റെ റൂമിൽ നിന്ന് നായയുടെ സ്മെല്ല് വരുന്നുണ്ട്. അപ്പൊ ഹീറോ, ആഹാ അങ്ങനെ നായ വല്ലതുണ്ടെങ്കിൽ അത് കുറയ്ക്കണ്ടേ? അങ്ങനെ ഒരു ശബ്ദം വേറെ ആർക്കും കേട്ടിട്ടില്ലല്ലോ. അത് കേട്ടപ്പോ അവളാണെങ്കിലേ ദേഷ്യത്തില് അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നിട്ട്. അപ്പോ അവളുടെ ഉമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനാ വെറുതെ അവളെ ചൊറിയുന്നേ? എന്നാൽ ഇനി ഒരു വാക്കും ഞാൻ വിട്ടുന്നില്ല. അങ്ങനെയല്ല, നിങ്ങളുടെ മകളല്ലേ അവള്, അവൾക്ക് ആ ഒരു സംഭവം നടന്നതിന് ശേഷമല്ലേ ബിഹേവിയറിൽ മാറ്റം വന്നേ. പതിയെ സംസാരിച്ച് അവളെ ഒന്ന് നോർമൽ ആക്കി എടുക്കുക. അപ്പൊ ഹീറോ, ആയിക്കോട്ടെ ഞാൻ ശ്രമിക്കാം. അങ്ങനെ അടുത്ത ദിവസം ആ ഒരു പെൺകുട്ടി സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോ പുറത്ത് ആരോ നടക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. നോക്കുമ്പോ നമ്മുടെ ജോലിക്കാരനില്ലേ അയാളാണ്. അയാൾ എങ്ങോട്ട് പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ആ ഒരു പയ്യൻ ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ട റൂമില്ലേ ആ റൂമിലേക്ക് ഭക്ഷണം കൊണ്ടുപോവാണ്. ആ ഒരു കാഴ്ച കണ്ടപ്പോ ഇനിയിപ്പോ ആ റൂമിലാണോ ഞാൻ കരുതിയ പോലെ നായ ഉള്ളത്, അതിന് ഭക്ഷണം കൊണ്ടുപോകുന്നതായിരിക്കും. അതേ സമയത്ത് അവളുടെ ഉമ്മയില്ലേ, ഉമ്മയ്ക്കും അലമാരയുടെ ഉള്ളിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കാണ്. നോക്കുമ്പോ ഒരു ബോട്ടിലെ പെർഫ്യൂം ആരോ തട്ടി മറിച്ചിട്ടുണ്ട്. ഈ പെർഫ്യൂം ഞാൻ വെച്ചതല്ലോ, ഇത് ആരോ മറിച്ചിട്ടെ അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ ആ ഒരു ജോലിക്കാരൻ ആ റൂമിൽ ഭക്ഷണം വെച്ച് പോയി കഴിഞ്ഞപ്പോ അവരുടെ മകള്, ഇവളുടെ പേര് മുറി എന്നാണ്, അവള് പതിയെ ആ റൂമിന്റെ അടിയിലൂടെ എന്തെങ്കിലും ഉണ്ടോ നോക്കുമ്പോ എന്തോ ഒരു വിചിത്ര ശബ്ദം കേൾക്കുന്നുണ്ട്. അവള് ഭയത്തോടെ എന്താണത് നോക്കിക്കൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ആരോ ഒരാൾ വന്നിട്ട് അവളുടെ മുടി പിടിക്കാണ്. നോക്കുമ്പോ ചെറിയ അനിയനാണ്. നിന്നെ ഞാൻ വെറുതെ വിടലട പണ്ടാരക്കാരെന്ന് പറഞ്ഞിട്ട് അവന്റെ പിന്നാലെ അവൾ ഓടി വന്ന് നേരെ ഉമ്മയുടെ റൂമിലെത്തിയിട്ട് രണ്ടുപേരും അടി കൂടുമ്പോ ഉമ്മ ചോദിക്കുന്നുണ്ട്, എന്താ എന്റെ മുടിയോ കാണിച്ചാണ്ടില്ലേ? ആ എന്നാ അവൻ തന്നെ കെട്ടിത്തരും. അങ്ങനെ ആ ഒരു ചെറിയ പയ്യനെ കൊണ്ട് ഇത്തന്നെ മുടി കെട്ടിക്കൊടുക്കാണ്. അപ്പോഴാണ് പുറത്ത് കുറച്ചധികം കുട്ടികൾ കളിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പൊ ആ ഒരു ചെറിയ പയ്യനും നൂറിയും ആ ഒരു കാഴ്ച നോക്കുമ്പോ അവിടെ ചുമരിൽ എന്തോ എഴുതി അവൾ കാണുന്നുണ്ട്. ദേഷ്യത്തില് അവൾ ഓടി പുറത്ത് നോക്കുമ്പോ ചുമരിലെ ചുവന്ന നിറത്തില് രക്തം പോലെ എന്തിലോ കാഫിർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതായത് അവിശ്വാസി. അപ്പൊ അവളുടെ ഉമ്മയോട് വീണ്ടും ഇങ്ങനെ സംഭവിക്കില്ല എന്ന് എന്നോട് പറഞ്ഞതല്ലേ, എന്നിട്ട് അതും പറഞ്ഞൊരു ദേഷ്യത്തില് അവളോടൊന്ന് റൂമിലേക്ക് പോവാണ്. അതേ സമയത്ത് നമ്മുടെ ഹീറോ DYSP ഇല്ലേ, ആ ഒരു കാണാതായ കുട്ടിയുടെ അച്ഛനായിട്ടുള്ള MLA ഇല്ലേ, അങ്ങേരെ കാണാൻ വീട്ടിലേക്ക് വരുമ്പോ കുറച്ചു മുൻപ് നമ്മൾ കണ്ട ആ ഒരു ക്ലീൻ ഷേവില്ലേ, അവൻ നമ്മുടെ DYSPയെ ഒന്ന് തട്ടിയിട്ടാണ് ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. എന്നാല് അതൊന്നും നോട്ട് ചെയ്യാതെ നമ്മുടെ DYSP നേരെ MLAയോട്, എനിക്ക്
എനിക്ക് ചില കാര്യം സംസാരിക്കാനുണ്ട്. എന്റെ മോനെ കിട്ടിയോ? ഡിവൈഎസ്പി സെയ്ദ്, നമ്മുടെ ഹീറോയുടെ പേര് സെയ്ദ് എന്നാണ്. അപ്പോ സെയ്ദ് പറയുന്നുണ്ട്, ഇതുവരെ വിവരമൊന്നും കിട്ടിയിട്ടില്ല, എനിക്ക് സാറോട് ഒറ്റക്കൊന്ന് സംസാരിക്കാനുണ്ട്. പറയാൻ എന്തുണ്ടെങ്കിലും ഇവിടെ വെച്ച് പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. നിങ്ങൾക്ക് ആരുടെങ്കിലും മേലെ സംശയമുണ്ടോ? അല്ലെങ്കിൽ കുഞ്ഞിനെ കാണാതെ ശേഷം ആരെങ്കിലും എന്തെങ്കിലും റാൻസം എമൗണ്ട് ചോദിച്ചിട്ട് വിളിക്കുകയോ ഭീഷണിപ്പെടുത്തോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? എന്റെ ശത്രുക്കളൊക്കെ എനിക്ക് അറിയുന്നല്ലേ, ആ ഭാഗത്തൊക്കെ ഞാൻ അന്വേഷിച്ചതാ. ഇതിന്റെ പിന്നില് അവരൊന്നുമല്ല. ഇനി പൈസക്കാണെങ്കിൽ എത്ര വേണമെങ്കിലും ഞാൻ കൊടുത്ത് എന്റെ മകനെ പണ്ടേ രക്ഷിച്ചേനെ. ഈ നാട്ടില് ഇതാദ്യമായിട്ട് സംഭവിക്കുന്ന കേസല്ലല്ലോ. ഇതുപോലെ പല കുട്ടികളായില്ലേ. എന്റെ മോനെ കാണാതെ ശേഷം എന്റെ ഭാര്യ അവള് മര്യാദക്കൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റെങ്കിൽ ഒന്ന് ട്രൈയെങ്കിലും ചെയ്യും. അധികം വൈകാതെ നിങ്ങളുടെ മകനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നു പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് അവിടെ ആ ഒരു പയ്യൻ അസാദും അവന്റെ 2 കൂട്ടുകാരും ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്. അത് ആരും കാണാതെ ഫോണിൽ ക്യാപ്ചറും ചെയ്തിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്റെ അസിസ്റ്റന്റിനോട് ആ ഫോട്ടോ കാണിച്ചിട്ട് പറയുന്നുണ്ട്, ആ കുട്ടിയുടെ കൂടെ 2 കൂട്ടുകാർ നിൽക്കുന്നില്ലേ, ഇവരുടെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കേ, നമുക്ക് ആ ഭാഗത്ത് കൂടി ഒന്ന് അന്വേഷിച്ച് നോക്കാം. അതേ സമയത്ത് ആ ഒരു താടിയും ക്ലീൻ ഷേവില്ലേ, അവരെ ആരും ഒരാൾ കോൺടാക്ട് ചെയ്തിട്ട് അടുത്തതായിട്ട് ഏത് കുട്ടിയാണ് കിഡ്നാപ്പ് ചെയ്യേണ്ടത് ആ ഒരു ഡീറ്റെയിൽസ് പാസ് ചെയ്യാണ്. ഒരു ക്ലോൺ വോയിസിലാണ് അയാൾ സംസാരിക്കുന്നത്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് കാശ്മീരിൽ നടന്ന ഏതൊരു സമരമാണ് നമ്മൾ കാണുന്നത്. അവിടെ കുറേയധികം ജനങ്ങള് പോലീസിന്റെയും പട്ടാളത്തിനെതിരെ കല്ലെടുത്തെറിഞ്ഞ് അവരെ ബ്ലോക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അതിനിടയിൽ 2 സഹോദരന്മാരുണ്ട്. അതില് മൂത്ത ഏട്ടനില്ലേ ഏതൊരുത്തൻ പിടിച്ചു കൊണ്ടുപോകാൻ നോക്കാണ്. അത് കണ്ടപ്പോ അനിയൻ ഏട്ടനെ വിടുന്ന് പറഞ്ഞ് അയാളുടെ കൈ പിടിച്ച് വലിക്കുമ്പോൾ പേടിച്ചേട്ടൻ നീ ഇവിടുന്ന് പോന്ന് പറയാണ്. എന്നാൽ അനിയനാണെങ്കിൽ കയ്യിലൊരു കല്ലെടുത്തിട്ട് അയാളുടെ തലക്കൊന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏട്ടനും അനിയനും അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. എന്നാൽ ഭയന്ന് ഓടുന്നതിനിടയിൽ 2 പേരും 2 വഴിയിലേക്ക് ആയിപ്പോയിട്ടുണ്ട്. അങ്ങനെ അയാളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു അനിയൻ പയ്യനിലെ കുറച്ച് ദൂരെ കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട അതുപോലെ ഒരു വെള്ളപ്പൂവ് മഞ്ഞിന്റെ നടുവിൽ മുളച്ചത് കാണുകയാണ്. അവൻ കൗതുകത്തില് ആ പൂവ് നോയിക്കൊണ്ടിരിക്കുമ്പോൾ പതിയെ അവന് മയക്കം വരുന്ന പോലെ ആവുന്നുണ്ട്. അപ്പൊ ഏട്ടൻ ഓടി വന്നിട്ട് നീ എന്താടാ അവിടെ നോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് അവനെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. അതേ സമയത്ത് അന്ന് രാത്രിയില്ലേ നമ്മുടെ ഹീറോ വീട്ടിലെത്തിയപ്പോ രാവിലെ ചുമരിലെ ചുവന്ന രക്തത്തിലോ മറ്റോ എന്തോ എഴുതിയിരുന്നില്ലേ, അത് ഇക്ബാല് മായ്ക്കുന്നുണ്ട്. എത്ര മായ്ക്കാൻ ശ്രമിച്ചിട്ടും അതവിടെ നിളകുന്നില്ല. അപ്പോ നമ്മുടെ ഹീറോ സെയ്ദില്ലേ ആ ഒരു ക്ലോത്തും വാങ്ങിയിട്ട് അത് മായ്ക്കാൻ നോക്കാണ്. എന്നാല് പഴയ പോലെ സെയ്ദിന്റെ കൈയൊക്കെ വല്ലാതെ വിറയ്ക്കാണ്. അതുപോലെ ഫ്ലാഷ് ബാക്കില് ആർമി ഡ്രസ്സില് ആരോ രക്ഷിക്കുന്ന പോലെ ആ ഒരു ഹോണ്ടിങ് വിഷ്വലും കാണുകയാണ്. അങ്ങനെ മുൻപ് മകൾ അലട്ടിയിരുന്നു, എന്തോ ഒരു പ്രശ്നം വീണ്ടും ഈ നാട്ടിൽ തുടങ്ങിയില്ലേ. അങ്ങനെ രാത്രി അവളൊന്ന് നോക്കുമ്പോൾ അവള് നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ അടുത്ത ദിവസം തന്നെ നമ്മുടെ MLAയുടെ മകൻ പഠിച്ചിരുന്ന ആ ഒരു സ്കൂളിലേക്ക് അവന്റെ കൂട്ടുകാരെ കണ്ടിട്ട് നമ്മുടെ സെയ്ദ് സംസാരിക്കുമ്പോഴാണ് അവര് ചില കാര്യങ്ങൾ പറയുന്നത്. ആദ്യമൊക്കെ അവൻ നമ്മളോട് നല്ല സ്നേഹമായിരുന്നു. ആസാദ് അവൻ എപ്പോഴും അവന്റെ വീട്ടിലെ കാറില്ല സ്കൂളിലേക്ക് വരിക. അപ്പോൾ നമ്മളെയും അവന്റെ കൂടെ ആ കാറിൽ കയറ്റാറൊക്കെ ഉണ്ട്. എന്നാൽ കുറച്ച് നാള് മുൻപാണ് അവനൊരു പുതിയ കൂട്ടുകാരനെ കിട്ടിയത്. അതിനുശേഷം അവൻ ഞങ്ങളോട് ശരിക്കും സംസാരിക്കാറില്ല, ഞങ്ങളോട് എന്തോ ദേഷ്യമുള്ളത് പോലെ. അപ്പോൾ സെയ്ദ് അവന്റെ പുതിയ ആ ഒരു കൂട്ടുകാരൻ ഇതേ സ്കൂളിലുള്ളതാണോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ ആ ഫ്രണ്ട്സ് പറയുന്നത് ഇല്ല, അവനെ ഇവിടെയൊന്നും കണ്ടിട്ടില്ല, ഈ സ്കൂളിലുള്ളതുമല്ല. അങ്ങനെ നേരെ സെയ്ദും അസിസ്റ്റന്റും അവരുടെ ക്ലാസ് ടീച്ചർ മീറ്റ് ചോദിക്കുന്നുണ്ട്, ആ കുട്ടി അവൻ എങ്ങനെയായിരുന്നു? പഠിത്തത്തിൽ നല്ല ശ്രദ്ധയുള്ള അതുപോലെ സ്പോർട്സിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള നല്ല എനർജിയുള്ള ഒരു കുട്ടിയായിരുന്നു. അൻസാറി സാറിന്റെ മകന് ആസാദിന് ഇങ്ങനെ സംഭവിക്കുന്നത് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. അതായത് ഞങ്ങളുടെ ഈ സ്കൂൾ പോലും നടക്കുന്നത് അദ്ദേഹത്തിന്റെ കാരുണ്യത്തിലാണ്. കാരണം അദ്ദേഹത്തിന്റെ ട്രസ്റ്റിന്റെ കീഴിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പോ ആ ഒരു കുഞ്ഞിനെ കണ്ടുപിടിക്കാനേ എന്ത് സഹായം വേണമെങ്കിലും എന്നെ എപ്പോൾ വേണമെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ വന്നേക്കാം. അപ്പോഴാണ് തന്റെ മകള് ക്ലാസ്സിലേക്ക് പാസ് ചെയ്ത് പോകുന്നത്. എന്നാൽ നൂറിയെന്ന് അവളെ എത്ര വിളിച്ചിട്ടും അവളെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. നൂറിയുടെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, അതാരാ, നിന്റെ അച്ഛനാണോ? എന്നാൽ അവള് പറയുന്നത് അതെന്റെ അച്ഛനൊന്നുമല്ല, എനിക്ക് പരിചയമൊന്നുമില്ല. ഇത്രത്തോളം ദേഷ്യം തന്റെ അച്ഛനോട് എന്തിനാണ് അവള് വെച്ച് പുലർത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സെയ്ദിന് വല്ലാതെ സങ്കടാവുന്നുണ്ട്. അങ്ങനെ രാത്രിയായപ്പോ നൂറി അവള് വീട്ടിലെത്തിയിട്ട് തന്റെ ഫോൺ എടുത്ത് ഫേസ്ബുക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓൾറെഡി അവള് ഫേസ്ബുക്കില് കുറേയധികം ഫ്രണ്ട്സിന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആരും തന്നെ അവളുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോഴാണ് ആ കൂട്ടത്തില് ഒരാള് അവളുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കാണുന്നത്. നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ 2 വില്ലന്മാരില്ലേ അതിൽ ആ ക്ലീൻ ഷേവിലെ അവനാണ്. ആരും തന്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാതെ ഒരാളെങ്കിലും റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കണ്ടപ്പോൾ അവൾക്ക് വല്ലാതെ സന്തോഷാവാണ്. അങ്ങനെ പതിയെ അവന്റെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്ത് ചാറ്റിലൂടെ സംസാരിക്കാൻ ട്രൈ ചെയ്യുമ്പോഴാണ് അവൾക്ക് ആ വീട്ടിലെ ഒരു നായയുടെ സ്മെല്ല് വരാറില്ലേ, അതുപോലെ വല്ലാതെ വൃത്തികെട്ട രീതിയിൽ സ്മെല്ല് അവൾക്ക് വീണ്ടും ഫീൽ ആവാണ്. പതിയെ പുറത്തിറങ്ങി നോക്കുമ്പോൾ ജോലിക്കാരൻ ഇക്ബാല് പൂട്ടിവെച്ച റൂമില് ആർക്കോ ഭക്ഷണം കൊടുത്തിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് അവള് കാണുന്നുണ്ട്. അപ്പോൾ അവള് നേരെ പോയിട്ട് ഉമ്മയോട് പറയുന്നുണ്ട്, ഇവിടെ അങ്ങനെ ഒരു നായൊന്നും ഇല്ലെങ്കിലേ പിന്നെ ഇടക്കിടക്ക് ആ പൂട്ടി റൂമിലേക്ക് ഇക്ബാല് അയാൾ എന്തിനാ പോകുന്നത്? അപ്പോൾ അവളുടെ അമ്മ പറയുന്നത്, ഇത് പുതുതായിട്ട് നമ്മൾ വന്ന സ്ഥലമല്ലേ, അയാൾക്ക് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും റിച്വൽസ് ഉണ്ടാവായിരിക്കും, അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഭക്ഷണം വെക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇനിയിപ്പോ നിനക്ക് വീണ്ടും അങ്ങനെ നായുടെ സ്മെല്ല് വരുന്നുണ്ട്, ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ രാത്രി നിന്റെ അനിയന്റെ കൂടെ കിടന്നോ. അപ്പൊ നൂറിയാണെങ്കിൽ ഉമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് ദേഷ്യത്തില് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ തന്റെ ചെറിയ മകൻ അയാനെ അവൻ ഉറങ്ങാൻ കിടത്തിയിട്ട് അവന്റെ ഉമ്മ പോയി കഴിഞ്ഞ
അതിനുശേഷം പഴയ പോലെ തന്നെ ആ ടെറസിന്റെ മുകളിൽ നിന്ന് ആരോ നടക്കുന്ന ശബ്ദം അവനും അതുപോലെ നൂറിക്കും കേൾക്കാണ്. എന്നാൽ ആ ഒരു പയ്യൻ അയാനില്ലേ ആ ശബ്ദം ഫോളോ ചെയ്ത് അവസാനം ആ ഒരു റൂമിലെത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്രാവശ്യം പതിയെ ആ റൂം തുറന്ന് അതിനുള്ളിലേക്ക് പോയിട്ട് അവൻ ഓൾറെഡി കണ്ടിരുന്ന ആ ഒരു ബോക്സില്ലേ ആരോ ഓൾറെഡി എടുത്തിട്ട് ഓപ്പൺ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏതോ ഒരു അമാനുഷിക ശക്തി അവിടെ ഉള്ള പോലെ. അതായത് മറ്റൊരു കുട്ടിയുടെ നിഴൽ അവൻ കാണുന്നുണ്ട്. ഓൾറെഡി അവന്റെ കയ്യിലുള്ള ആ ഒരു ശംഖില്ലേ അതുപോലെ കുറച്ച് ശംഖ് വെച്ച് ആ ഒരു നിഴൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അയാൻ ഒരു ഭയമില്ലാതെ പതിയെ അവന്റെ അരികിൽ പോയിട്ട് നീ കളിക്കുന്ന പോലെ എന്നെയും കളിക്കാൻ കൂട്ടോ, എനിക്കും പഠിപ്പിച്ചു തരുമോ? എന്റെ പേര് അയാനെന്ന, നീയും ഈ വീട്ടിലുള്ളതാ? എന്നാൽ അത് മറുത്തൊന്നും പറയുന്നില്ല. അപ്പോൾ അവനും കളിക്കാനേ ആ ഒരു ശങ്കട്ട് കൊടുക്കുമ്പോൾ ആ രൂപം അവനെ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ 2 വെളുത്ത കണ്ണുകൾ മാത്രം കാണുന്നുണ്ട്. എന്നാൽ ഒരു ഭയമില്ലാതെ അവൻ ആ ആത്മാവിന്റെ കൂടെ അവിടെ വെച്ച് ആ ഒരു ഗെയിം കളിക്കാൻ തുടങ്ങുകയാണ്. അടുത്ത സീനില് കുറച്ചു നേരത്തെ ഒരു ഏട്ടനും അനിയനും ഒരു ഫൈറ്റിനിടയിൽ ഓടിപ്പോയി കണ്ടിരുന്നില്ലേ, അവർ രണ്ടുപേരും അവരുടെ ഉമ്മയും കൂട്ടിയിട്ട് നല്ല മഞ്ഞുള്ള സമയത്ത് ഒരു ലേക്കില് മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ്. ഓൾറെഡി കുറേയധികം ആളുകൾ അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു അനിയൻ പയ്യനില്ലേ അവൻ ആ മഞ്ഞിന്റെ ഇടയിലെ എന്തോ ഒന്ന് കാണുന്നത്. പതിയെ പതിയെ അവന്റെ തോണിയെടുത്ത് അതിനുള്ളിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അവനെ ആ തോണിയിൽ കാണുന്നില്ല. അവന്റെ മുടി മാത്രം ആരോ അതിൽ മുറിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ സെയ്തും അസിസ്റ്റന്റും കൂടി ആ കുട്ടിക്ക് എന്താ പറ്റിയെന്ന് അന്വേഷിച്ചിറങ്ങുമ്പോൾ ആ ഒരു ഏരിയയിൽ പോലീസുകാരൻ പറയുന്നത് ആ കുട്ടിയുടെ അമ്മയ്ക്കും ഏട്ടനും കൂടുതലൊന്നും അറിയില്ല. പെട്ടെന്ന് മഞ്ഞിന്റെ ഉള്ളിലേക്ക് അവൻ പോയതാ, അതിനുശേഷം കണ്ടിട്ടില്ല എന്നാ അവര് പറയുന്നത്. എന്നാൽ അവനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവനും പഠിച്ചിരുന്നത് നമ്മുടെ MLAയുടെ മകൻ ആസാദ് പഠിച്ചിരുന്ന അതേ സ്കൂളിൽ തന്നെയാണ്. അത് മാത്രമല്ല 2 ദിവസം മുമ്പ് ഒരു സമരം നടന്നിരുന്നില്ലേ, ആ പ്രശ്നത്തിലും ഈ 2 പയ്യന്മാരുണ്ടായിരുന്നു. അതിനിടയിൽ അതിലൊരു പയ്യനെ തീർത്ത് കളയാൻ വരെ ഏതോ ഒരുത്തും ശ്രമിച്ചിരുന്നു. അപ്പോൾ ഹീറോ സെയ്ത് അല്ല ആ സമരം ആരാ നടത്തിയിരുന്നേ? അപ്പോൾ അത് നടത്തിയിരുന്നത് അഫ്സൽ എന്ന ഒരുത്തരാണെന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് ആ അഫ്സലിനെ നമ്മൾ കാണുമ്പോൾ അവൻ പല കടകളിലും കയറിയിട്ട് എന്തോ ഒരു പാക്കറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ നേരെ പോകുന്നത് ആ ഒരു താടിയിലെ അവനെ കാണാനാണ്. നമ്മുടെ ഏട്ടൻ ബാജാൻ പറഞ്ഞിട്ട് വന്നതാ. അങ്ങനെ 2 കെട്ട് പൈസ ആ താടിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ പുറത്ത് ആരോ വാതിൽ തട്ടുന്നുണ്ട്. കുറച്ചു നേരത്തെ ഈ ഒരു അവസരമില്ലേ ചില കടക്കാർക്ക് എന്തോ ഒരു സാധനം കൊടുത്തിരുന്നില്ലേ, അപ്പോൾ അവസാനത്തെ ആ ഒരു കടക്കാരൻ പറയുന്നുണ്ട് നേരത്തെ തന്നതില് പൈസ കുറവായിരുന്നു, എന്റെ കടയിൽ ആരുമില്ല, വേഗം പോണം, ഒന്ന് വാതിൽ തുറക്ക്. എന്നാൽ അഫ്സലിന് ഉറപ്പാണ് പൈസ കറക്റ്റ് വാങ്ങിയതാ. പണി പാളിയെന്ന് അവർക്ക് ഉറപ്പായപ്പോൾ ഉടനെ തന്നെ ആ റൂമിലുണ്ടായിരുന്ന ലാപ്ടോപ്പ് കണക്ഷൻസ് എല്ലാം ഡിസേബിൾ ചെയ്ത് നശിപ്പിച്ചിട്ട് ആ ഒരു അഫ്സലിനോട് പറയുന്നുണ്ട് നമ്മൾ പോരാളികളാണ്, ജീവൻ കൊടുത്തും ആർക്കും പിടികൊടുക്കരുത്. എന്നിട്ട് അവന്റെ കയ്യിൽ കണ്ണ് കൊടുക്കാണ്. അവൻ ആ കണ്ണ് വെച്ച് കടക്കാരൻ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോ സെയ്തും ടീമും പുറത്തുനിന്ന് അവർക്ക് നേരെയും ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ ഉള്ളിൽ നിന്നുള്ള ഷൂട്ടിംഗ് നിന്ന ശേഷം വാതിൽ തുറന്ന് ഉള്ളിൽ പോയി നോക്കുമ്പോൾ ആ ഒരു താടിയില്ലേ ഓൾറെഡി അഫ്സൽ മുമ്പിലിട്ട് കൊടുത്തിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അഫ്സല് അവൻ പാടായിട്ടുണ്ട്. എന്നാൽ ആ ഒരു റൂം ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ഒന്നും തന്നെയില്ല. എല്ലാം താടി അരിച്ച് പെറുക്കി ക്ലീൻ ചെയ്തിട്ടാണ് അവിടുന്ന് സ്കൂട്ടായിട്ടുള്ളത്. എന്നാൽ അപ്പോഴാണ് നമ്മുടെ അസിസ്റ്റന്റ് പോലീസിലെ അയാൾക്ക് ഒരു പെൺഡ്രൈവ് കയ്യിൽ കിട്ടുന്നത്. അതേ സമയത്ത് ആ ഒരു താടിയിലെ അജ്ഞാതൻ കോൾ ചെയ്ത് ചോദിക്കുന്നുണ്ട് അഫ്സലിന്റെ അരികില് എങ്ങനെയാടാ പോലീസ് എത്തിയ, അവൻ നിന്റെ കയ്യിൽ പൈസ തന്നില്ലേ, അവന്റെ ജീവൻ പോയതോ പോട്ടെ, എന്തായാലും നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് മിസ്സാവാൻ പാടില്ല. അതേ സമയത്ത് രാത്രിയായപ്പോൾ നമ്മുടെ നൂറിയില്ലേ അവള് ആ ഒരു താടിയുമായിട്ട് ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നെ സ്കൂളിലൊന്ന് മീറ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ മാർക്കറ്റിൽ വെച്ച് കണ്ടാലോ? എന്നാൽ അവൾ മറുത്തൊന്നും പറയാതെ എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോണ് ഓഫ് ചെയ്യാണ്. അപ്പോഴാണ് പുറത്തെന്തോ ഒരു ശബ്ദം കേൾക്കുന്നതും അതുപോലെ നായ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പോലെ ശബ്ദം കേൾക്കുന്നതും ആ ഒരു സ്മെല്ല് വരുന്നതും. അവളുടെ കയ്യിലൊരു ടോർച്ച് എടുത്തിട്ട് ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് പോയി നോക്കുമ്പോൾ ആ റൂമിന്റെ ഭാഗത്ത് ആരോ പോയതുപോലെ അവൾ കാണുന്നുണ്ട്. ആ ജോലിക്കാരൻ തന്നെയായിരിക്കുന്നു കരുതി അവള് ധൈര്യത്തില് ആ ഒരു റൂം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ റൂമിൽ ഒന്നും തന്നെ കാണുന്നില്ല. അപ്പോഴാണ് അവളുടെ മുൻപിൽ എന്തോന്ന് തടയുന്നത്. നോക്കുമ്പോൾ കത്തി പോലെ ഷാർപ്പായിട്ടുള്ള എന്തോ ഒരു വടിയില് രക്തം പടർന്നത് അവള് കാണാണ്. അവള് ഭയത്തില് അത് വലിച്ചെറിയുന്നുണ്ട്. ഇനിയിപ്പോ അവൾക്ക് തോന്നുന്ന ആ ഒരു നായയുടെ രക്തമായിരിക്കോ ഒന്നും മനസ്സിലാവുന്നില്ല. അതേ സമയത്ത് രാത്രി അവളുടെ ഉമ്മയില്ലേ ലാപ്ടോപ്പില് എന്തോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ റൂമിന്റെ പല ഭാഗത്തുനിന്ന് എന്തോ ശബ്ദം കേൾക്കാണ്. മുൻപ് ആ ഒരു കബോർഡിന്റെ ഉള്ളിൽ നിന്നല്ലേ ആ ശബ്ദം കേട്ടെ. വീണ്ടും പാതി അത് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ണാടിയില് പിന്നിൽ ആരോ നിൽക്കുന്ന പോലെ കാണാണ്. നോക്കുമ്പോൾ അത് നൂറിയാണ്. അവൾക്ക് ശ്വാസം പോലും എടുക്കാൻ പറ്റാതെ എങ്ങനെയോ അങ്ങോട്ട് എത്തിയതാണ്. അവളുടെ കണ്ടീഷൻ കണ്ട് ഭയന്നിട്ട് തന്റെ ഹസ്ബൻഡ് സെയ്ദിനെ വിളിക്കുമ്പോൾ ഉടനെ തന്നെ ഏതൊരു ഇഞ്ചക്ഷൻ അവൾക്ക് എടുക്കുകയാണ്. പതിയെ പതിയെ അവളുടെ കണ്ടീഷൻ ബെറ്റർ ആവുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് കുറച്ചു നേരത്തെ എന്റെ കയ്യിൽ രക്തം പുരണ്ട എന്തോന്ന് കിട്ടി, ഞാനത് പേടിച്ച് ദൂരത്തേക്ക് എറിഞ്ഞുളഞ്ഞു. അങ്ങനെ അവരതെന്താന്ന് തേടി നോക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒന്നും കണ്ടെത്താൻ പറ്റുന്നില്ല. സെയ്ദ് പറയുന്നത് ഓൾറെഡി നൂറിക്ക് ഈ വീട്ടിൽ വന്നതോ ഈ ഒരു സറൗണ്ടിങ്ങോ തീരെ ഇഷ്ടമായിട്ടില്ലല്ലോ,
അതുകൊണ്ട് ചിലപ്പോൾ അവൾ പടച്ചുവിടുന്ന കഥയായിരിക്കും ഇതൊക്കെ. എന്നാൽ അതേ സമയത്ത് നൂറിക്ക് ആ ഒരു ക്ലീൻ ഷേവ് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അവനോട് നടന്ന കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ഒലിപ്പിച്ചുകൊണ്ട് നിന്നെ ആരും വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് നിന്നെ വിശ്വാസമാണ്, നിനക്ക് എപ്പോഴും ഞാൻ ഉണ്ടാവും. അപ്പോഴാണ് നമ്മുടെ സെയ്ദ് എന്തോന്ന് കാണുന്നത്. നോക്കുമ്പോൾ അവൾ വലിച്ചെറിഞ്ഞ അതേ സ്റ്റിക്ക് തന്നെ അതില് രക്തവും നായയുടെ സലവയും പടർന്നിട്ടുണ്ട്. ഇത് വീട്ടിലെത്തിയത് എങ്ങനെയാന്ന് ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. അതേ സമയത്ത് നമ്മുടെ സെയ്ദും ടീമും ഓൾറെഡി അവർക്ക് കിട്ടിയ ആ ഒരു പെൻഡ്രൈവില്ലേ അത് ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ അതൊക്കെ കോഡ് രൂപത്തിൽ എൻക്രിപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവസാനം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഒരു വോയിസ് ഉണ്ട്. വോയിസിന്റെ പേര് ബായ്ജാൻ എന്നാണ്. അത് കേട്ട് നോക്കുമ്പോൾ അതിൽ കുറേയധികം നമ്പേഴ്സ് മാത്രമേ പറയുന്നുള്ളൂ. അതായത് B2 BT1 174 അങ്ങനെ ഓരോ നമ്പർ. അങ്ങനെ ആ നമ്പേഴ്സ് മൊത്തം നോട്ട് ചെയ്തിട്ട് സെയ്ദ് ശരിക്കൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം തോന്നുന്നുണ്ട്. ഇതുവരെ കാണാതായ കുട്ടികൾ മുഴുവൻ ബാരാമുല്ലയിലെ ആ സ്കൂളിൽ നിന്നാണ്. അതായത് B1 എന്നത് ബാരാമുല്ലയിലെ ഫസ്റ്റ് കുട്ടി. അതിന്റെ ഇപ്പുറത്ത് അവൻ പഠിക്കുന്ന ക്ലാസിന്റെ നമ്പറും അവന്റെ റോൾ നമ്പറും അത് ഡബിൾ ചെക്ക് ചെയ്തപ്പോൾ ആ MLAയുടെ മകന്റെ അതേ റോൾ നമ്പർ തന്നെ. അപ്പോൾ അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട്, അല്ല സാറേ അവൻ ആ സ്കൂളിലെ കുട്ടികളെ കൊണ്ടുപോകണമെങ്കിൽ എന്തിനാ അവരുടെ മുടി മുറിച്ചുകൊണ്ട് പോകുന്നത്? അതുമാത്രമല്ല എല്ലാ കുട്ടികളും ഒറ്റയടിക്ക് കൊണ്ടുപോകാതെ ഓരോരുത്തരായിട്ട് എന്തിനാ കൊണ്ടുപോകുന്നത്? അത് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ജോലിയല്ലേ, നമുക്ക് നോക്കാം. അതേ സമയത്ത് നൂറിയില്ലേ അവള് സ്കൂൾ കഴിഞ്ഞ് ടെൻഷനോടെ വീട്ടിലേക്ക് വരികയാണ്. അവളുടെ ഉമ്മ വിളിച്ചിട്ടും ഒന്നും പറയാതെ നേരെ റൂമിൽ കയറി വാതിലടയ്ക്കാണ്. എന്നിട്ട് അവള് ഫോണില് ആ ഒരു ക്ലീൻ ഷേവില്ലേ അവനോട് ചോദിക്കുന്നുണ്ട്, ഞാനത് ചെയ്യുന്നേ വേണോ? അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ആ ഒരു പൂട്ടിയ റൂമിൽ നിന്ന് എന്തോ ചില ശബ്ദങ്ങൾ കേൾക്കാണ്. അതുപോലെ ആ സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ ദേഷ്യത്തില് അവളുടെ ഫോണിലെ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ആ റൂമിലേക്ക് പോവാണ്. അപ്പോൾ വിചിത്രമായിട്ട് റൂമിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ക്ലോസ് ചെയ്ത മറ്റൊരു ഡോർ അവള് കാണുന്നേ. അത് ഓപ്പൺ ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളില് വീണ്ടും ഒരു ഡോറ്. അങ്ങനെ അത് ഓപ്പൺ ചെയ്തപ്പോൾ എന്തോ ഒരു ശബ്ദം കേൾക്കാണ്. ഭയന്ന് അവൾ നോക്കുമ്പോഴാണ് ആ വീടിന്റെ മുകളിലായിട്ട് നമ്മൾ മുൻപ് കണ്ടിരുന്ന ആ ഒരു വെള്ള പൂവില്ലേ ആ പൂവ് വളർന്നിരിക്കുകയാണ്. അല്ല, ഇതുപോലെ ഒരു സ്ഥലത്ത് എങ്ങനെ ഒരു പൂ വളരുക? അവള് ഭയത്തോടും കൗതുകത്തോടും ആ ഒരു പൂവ് തൊടാൻ നോക്കുമ്പോൾ എന്തോ ഒരു അലർച്ചയോടുള്ള വിചിത്ര ശബ്ദം കേൾക്കാണ്. പെട്ടെന്ന് അവളുടെ മുമ്പില് എന്തോ ഒരു രൂപത്തെ അവൾ കാണുന്നുണ്ട്. പേടിച്ച് വരച്ച് അവൾ അവിടെ നിന്ന് തന്റെ ഫോണിൽ ലോക്ക് ചെയ്ത് പോക്കറ്റിലിട്ടിട്ട് ഓടി ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ ആ റൂമിന്റെ ഡോറ് ആരോ പുറത്തുനിന്ന് ലോക്കിയാണ്. അവൾ ഉള്ളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. അവള് അലറി വിളിച്ചുകൊണ്ട് മമ്മി മമ്മി എന്ന് എത്ര വിളിച്ചിട്ടും അവളുടെ ഉമ്മയ്ക്ക് പോലും അവളുടെ ശബ്ദം പുറത്ത് കേൾക്കുന്നില്ല. അതേ സമയത്ത് അവളുടെ നേരേക്ക് എന്തോ ഒരു നിഴല് പോലത്തെ രൂപം വരുന്നുണ്ട്. ആ ഒരു വെള്ളപ്പൂ നമ്മൾ കാണുകയാണ്. അപ്പോൾ കുറച്ച് നേരം മുമ്പല്ലേ നൂറി അവളെന്തോ ടെൻഷനില് അവളുടെ റൂമിലേക്ക് പോകുന്നത് അവളുടെ ഉമ്മ കണ്ടത്. ഇതുവരെ അവളുടെ ഒരു ശബ്ദം കേൾക്കാതായപ്പോൾ അവിടെ ലോക്ക് ചെയ്ത് വെച്ച ആ ഒരു സ്റ്റോർ റൂം ഓപ്പൺ ചെയ്ത് കാണാണ്. അപ്പോൾ അവൾ ഇതിന്റെ ഉള്ളിലുണ്ടാവുമെന്ന് കരുതിട്ട് ഉള്ളിൽ കയറുമ്പോൾ അവളുടെ ക്ലിപ്പോടെയുള്ള കുറച്ച് മുടി അവിടെ ആരോ മുറിച്ച് വെച്ചിട്ടുണ്ട്. അവർക്കും മനസ്സിലായി തന്റെ മകളെയും കാണാതെയായിട്ടുണ്ട്. കാരണം ആ നാട്ടിലെ ഇതുവരെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവരറിഞ്ഞതാണല്ലോ. അങ്ങനെ നമ്മുടെ സെയ്ദും ടീമും വീട്ടിലെത്തിയിട്ട് അരിച്ചു പെറുക്കിയിട്ടോ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. നൂറിയുടെ അവളുടെ ഫോണും കാണാനില്ല. അപ്പോൾ ഉടനെ തന്നെ ആ ഒരു ഫോൺ ട്രേസ് ചെയ്യാൻ പറയുന്നുണ്ട്. തന്റെ മകളെ കാണാതായപ്പോ അവരുമ്മ വല്ലാതെ ഭയന്നു പോയിട്ടില്ലേ. അവരെ സെയ്ദ് സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട്, നമ്മളുടെ അന്വേഷണം കറക്റ്റാണോ? അപ്പോൾ സെയ്ദ് കറക്റ്റാണ്, ആ ബായിജാൻ തന്നെ ഇതിന്റെ പിന്നില്, അതുകൊണ്ടാണ് അവൻ എന്നെ ഒന്ന് ഭയപ്പെടുത്താൻ നോക്കുന്നത്. അപ്പോഴാണ് അവരുടെ ജോലിക്കാരൻ ഇക്ബാലില്ലേ അയാളെ എന്തോ പറയാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ അസിസ്റ്റന്റ് ഇല്ലേ അയാളുടെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നൂറിയെ അയാള് ഏതോ ഒരു പയ്യന്റെ കൂടെ മാർക്കറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹീറോ അവനെ ഇനി കണ്ടാല് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, മുഖം ഓർമ്മയില്ലേ? അയാൾ പറയുന്നുണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ അയാളെ കൊണ്ട് അവന്റെ മുഖം വരച്ചെടുക്കാൻ ട്രൈ ചെയ്യാണ്. അതേ സമയത്ത് ആ ഒരു ടീച്ചറില്ലേ 2 ദിവസമായിട്ട് നൂറി അവള് ക്ലാസ്സിലേക്ക് വന്നിട്ടില്ലല്ലോ, എന്താ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ സെയ്ദ് അവൾക്ക് സുഖമില്ല, മാറിയ ശേഷം സ്കൂളിലേക്ക് അയക്കാം. അപ്പോഴാണ് അസിസ്റ്റന്റ് ഇക്ബാൽ പറഞ്ഞിട്ട് വരച്ച ആ ഫോട്ടോയുമായിട്ട് വരുന്നത്. അപ്പോൾ ടീച്ചർ കാണിച്ചിട്ട് ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് എവിടെയും കണ്ട് പരിചയമുണ്ടോ? എന്നാൽ അവരാണെങ്കിൽ എനിക്ക് പരിചയമില്ല, എന്നാൽ സ്കൂളിലെ മറ്റു സ്റ്റാഫ്സിനോട് ഒന്ന് ചോദിച്ചു നോക്കിയെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോവാണ്. അപ്പോഴാണ് ഹീറോ ശരിക്കും ആ ഫോട്ടോ നോക്കുന്നത്. ഇവനെ ഞാൻ തന്നെ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ, അതെ MLAയുടെ വീട്ടിലേക്ക് പോയപ്പോൾ ഇവനല്ലേ ഓപ്പോസിറ്റ് എന്നെ തട്ടിയിട്ട് പോയത്. അപ്പോൾ അസിസ്റ്റന്റ് അല്ല സാറ് MLAയോട് ചോദിച്ചാല് അയാള് ഓൾറെഡി നമ്മളോട് നല്ല കലിപ്പില്ല, ഒന്നും വിട്ട് പറയും തോന്നില്ല. എന്നാല് മകനെ കാണാന് അവരോട് കാത്തിരിക്കുന്ന അയാളുടെ ഭാര്യയില്ലേ ആ കുഞ്ഞിന്റെ അമ്മ, അവരോടൊന്ന് സംസാരിച്ചു നോക്കിയാലോ? അങ്ങനെ ആരും അധികം അറിയാതെ അവരെ മീറ്റ് ചെയ്തിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, ഈ ഒരു വ്യക്തിയെ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ഇത് നിങ്ങളുടെ മകന് വേണ്ടി മാത്രമല്ല, ഈ കാശ്മീരിലെ കാണാതായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓരോ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ അവര് പറയുന്നുണ്ട് ഇവന്റെ പേര് ഖാലിദ് എന്നാണ്. പല കുട്ടികൾക്കും ഇസ്ലാമിക പഠനം അവൻ എടുത്തു കൊടുക്കാറുണ്ട്. എന്നാൽ അങ്ങനെ ഇരിക്കെ ഒരിക്കൽ എന്റെ മകൻ എന്തോ ടെൻഷനോടെ വീട്ടിൽ വന്നപ്പോൾ എന്താ പറ്റിയെന്ന് ഞാൻ അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് ഞാൻ ഖാലിദ് ഭായിയുടെ അരികിൽ പോയതാണെന്നാണ്. അപ്പോൾ അവന്റെ ഷർട്ട് ഊരി നോക്കിയപ്പോൾ എന്തോ ഒരു മുറിവിന്റെ പാട്. ഇതെന്താന്ന്
എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു പോരാളിയാവാൻ പോവാണ്, എനിക്കിനി പോലീസിനെയോ എതിരാളികളെയോ ആരെയും ഭയമില്ല. അത് കേട്ടപ്പോൾ അവൻ്റെ ഉമ്മക്ക് ദേഷ്യം വന്നിട്ട് അവൻ്റെ മുഖത്തൊന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ആ ഖാലിദ് അവൻ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് ആ കുട്ടിയെ അയക്കാതിരുന്നത്. അപ്പോൾ സേതി ചോദിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭർത്താവ് MLAക്ക് അറിയോ? ഇല്ല, അദ്ദേഹത്തോട് ഒന്നും പറഞ്ഞിട്ടില്ല. അതും പറഞ്ഞ് അവരവിടെ നിന്ന് പോവാണ്. അതേ സമയത്ത് ഹീറോയുടെ മകളെ നൂറിയുടെ ഫോൺ ലൊക്കേഷൻ പോലീസ് ടീമിനെ ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഹീറോയും ടീമും കൂടി ആ ഒരു ഏരിയയിലെത്തിയിട്ട് ലൊക്കേഷൻ ട്രേസ് ചെയ്ത് ആ വീടിന്റെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ അവിടെ ആ ഒരു ഫോണിലെ ഒരു വീഡിയോ പ്ലേ ആവുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ തന്റെ മകളെ നൂറിയില്ലേ, അവള് തലയൊക്കെ മറച്ചിട്ട് ഞാനിനി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടാൻ പോവാണ്, ഞാനൊരു പോരാളിയാവാൻ പോവാണ്. അപ്പോൾ ഓപ്പോസിറ്റ് നിന്ന് അവളോട് നിന്റെ ഉപ്പ ആരാന്നറിയില്ലേ, DYSP സെയ്താണ്. അപ്പോൾ അവള് പറയുന്നത് എന്റെ ഉപ്പ അയാളൊരു വൃത്തികെട്ടവനാ, എനിക്ക് അയാളെ തീരെ ഇഷ്ടമല്ല. അത് കേട്ടപ്പോൾ നമ്മുടെ സെയ്ദിനെ സഹിക്കാൻ പറ്റുന്നില്ല. അതേ സമയത്ത് തന്റെ മകളെ കാണാതായ ടെൻഷനിലെ നൂറിയുടെ ഉമ്മയിലെ അവളുടെ നമ്പറിലേക്ക് വീണ്ടും വീണ്ടും വിളിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ ആരും ഫോൺ എടുക്കുന്നില്ല. അപ്പോഴാണ് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. ആരോ മോളി പാട്ട് പാടുന്ന പോലെ. അല്ല, വീട്ടിന്റെ ഉള്ളില് ആരുമില്ലല്ലോ. അങ്ങനെ ഉള്ളിൽ പോയി നോക്കുമ്പോൾ ഒരു നിഴൽ രൂപമല്ലേ അവിടെ സ്റ്റെയറിലിരുന്ന് പാട്ട് പാടിക്കൊണ്ട് മുകളിലേക്ക് കയറി പോകുന്നത് അവര് കാണുകയാണ്. പെട്ടെന്ന് ആ ഒരു രൂപത്തെ കാണാതെ ആവുന്നുണ്ട്. പിന്നാലെ അവര് മുകളിലേക്ക് കയറി നോക്കുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫോണില് മകള് തിരിച്ചിങ്ങോട്ട് കോൾ ചെയ്യുന്നുണ്ട്. ഫോൺ എടുക്കുമ്പോൾ കട്ടായി പോവാണ്. അപ്പോൾ തിരിച്ചങ്ങോട്ടേക്ക് വിളിക്കുമ്പോൾ ആ വീട്ടിലെ ഏതോ ഒരു ഭാഗത്തുനിന്ന് ആ ഒരു ഫോൺ റിംഗ് ആവാണ്. അവര് ഓടിപ്പോയി നോക്കുമ്പോൾ അവരുടെ റൂമിലെ ആ ഒരു കബോർഡിലെ ഒരിക്കൽ പെർഫ്യൂം അറിഞ്ഞിരുന്ന അതിനുള്ളിൽ നിന്നാണ് അടിക്കുന്നത്. എന്നാൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഫോൺ കാണുന്നില്ല. ഇനിയിപ്പോ ഇതിന്റെ ബേക്കില് ചുമരിൽ നിന്നായിരിക്കോ? നോക്കുമ്പോൾ ആ ചുമരിലായിട്ട് ചില വാൾപേപ്പേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറിച്ചറിഞ്ഞപ്പോൾ അതിനുള്ളിലൊരു പലകയുണ്ട്. അപ്പോൾ വീണ്ടും വീണ്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പലക ഓപ്പൺ ചെയ്തപ്പോൾ ഉള്ളിലൊരു വാതിൽ കാണാണ്. ആ ഒരു വാതിൽ തുറന്നപ്പോൾ ആ ഒരു റൂം സാധാരണ റൂമല്ല, ഒരു പൂജാ മുറിയാണ്. അല്ല, ഈ ഒരു വീട്ടില് ഇങ്ങനെയൊരു മുറി എങ്ങനെയാ വന്നേ? ഇതാരും ഇങ്ങനെ അടച്ചു പൂട്ടിയേ? ഈ ഭാഗത്തുള്ള മെജോറിറ്റി ആളുകള് മുസ്ലിം വിശ്വാസികളല്ലേ, അവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അതേ സമയത്ത് നമ്മുടെ ഹീറോ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നൂറിയുടെ റൂം അരിച്ചു പെറുക്കാണ്, അവളുമായിട്ട് കണക്ട് ആവുന്ന എന്തെങ്കിലും കിട്ടുമെന്ന്. അപ്പോഴാണ് തന്റെ ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ റൂമിലെ ആ ഒരു അലമാരിയിലെ അതിന്റെ പിന്നിലെ നമ്മുടെ മകളെ നൂറിയുടെ ഫോൺ റിംഗായി. ഞാൻ പതിയെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഉള്ളിലായിട്ട് ഒരു പൂജാ റൂം ഉണ്ടായിരുന്നു. എന്നെ ആ റൂം കാണാൻ സഹായിച്ചത് ഏതോ ഒരു അജ്ഞാത രൂപമാണ്. അത് കേട്ടപ്പോൾ ഹീറോ പറയുന്നുണ്ട്, നിനക്ക് ടെൻഷൻ കൊണ്ട് അങ്ങനെ തോന്നുന്നതായിരിക്കും, കുറച്ചു നേരം നീ റെസ്റ്റ് എടുക്കുക, നമ്മുടെ മകള് നൂറിയെ ഏത് വിധേനയും ഞാൻ കൊണ്ടുവന്നിരിക്കും. അപ്പൊ ഭാര്യ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മകളോ? എപ്പം മുതലേ? അത് കേട്ടപ്പോ സെയ്ദിന് വല്ലാതെ ദേഷ്യം വരികയാണ്. അപ്പൊ ഭാര്യ, മിസ്റ്റർ DYSP സെയ്ദ്, ഇത് നിങ്ങളുടെ കോൺസ്റ്റബിൾ അല്ല എന്റെ മേലെ കടിച്ചു കയറാന്. അപ്പൊ ഹീറോ, അവൾ എന്റെയും മകളാണ്, നിനക്കറിയോ നിന്റെ മകൾ എന്തിനാ പോയിട്ടുള്ളതെന്ന്? അവൾക്ക് ഒരു പോരാളിയാണ് പോലും, ഒരു മിലിറ്റന്റ് ആണെന്ന്. അത് കേട്ടപ്പോ ദേഷ്യത്തിലെ സെയ്ദിനെ അവരുടെ ഭാര്യ തല്ലിപ്പോവാണ്. എന്നിട്ട് അവര് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ മകളെ നൂറിക്ക് ഞങ്ങൾ ആവശ്യമായിരുന്നില്ലേ? അപ്പോ നിങ്ങൾ എവിടെയായിരുന്നു? ഈ അവസ്ഥയിൽ അവൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളും കൂടിയാ. അന്ന് നിങ്ങളൊരു കുഞ്ഞിനെ കൊന്നില്ലേ? ഇപ്പോ അവളെ മാത്രമല്ല ഞങ്ങളുടെ മകളെ നൂറിയും ചേർത്ത് 2 കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊന്നിട്ടുണ്ട്. എനിക്ക് എന്റെ മകളെ തിരിച്ച് കിട്ടിയേ മതിയാവും. അപ്പോൾ നമ്മുടെ ഹീറോയുടെ കൈയൊക്കെ വല്ലാതെ ശിവറാവുന്നുണ്ട്. അതുപോലെ തന്റെ ഭാര്യ പറഞ്ഞ പോലെ ഏതോ ഒരു കുഞ്ഞ് കൊല്ലപ്പെട്ടിരുന്നില്ലേ, ആ ഒരു ഫ്ലാഷ് ബാക്ക് ഹീറോ ഓർക്കാണ്. അതായത് കുറച്ച് നാളുകൾക്ക് മുൻപ് കാശ്മീരിലെ ഏതോ ഒരു സ്കൂളിലെ ചില തീവ്രവാദികൾ കയറിയിട്ട് അവിടുത്തെ കുട്ടികളെ ലോക്ക് ചെയ്ത് വെച്ചപ്പോൾ അവരെ രക്ഷിക്കാനായിട്ട് നമ്മുടെ ഹീറോ സെയ്ദും ടീമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോരുത്തരെ തീർത്തുകൊണ്ട് ഉള്ളിലേക്ക് എത്തിയപ്പോൾ തന്റെ മകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവളോട് സേഫായിട്ട് അവിടെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് സ്മോക്ക് ഗൺ എറിഞ്ഞിട്ട് ആ ഒരു തീവ്രവാദികളുള്ള റൂമിലേക്ക് ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ ഏകദേശം എല്ലാവരും തീർന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ഗൺ ഷോട്ട് കേൾക്കാണ്. അപ്പോൾ ഭയന്ന് ഹീറോ ആ ഭാഗത്തേക്ക് ഷൂട്ട് ചെയ്തപ്പോൾ അത് നമ്മുടെ നൂറിയുടെ കൂട്ടുകാരിയായിരുന്ന മറ്റൊരു പെൺകുട്ടിയായിരുന്നു. ആ ഒരു കാഴ്ച നൂറി നേരിട്ട് കണ്ടിട്ടാണ് അവള് മെന്റലി വല്ലാതെ ഡിസ്റ്റർബ് ആയതും അതിനുശേഷമാണ് അവളുടെ ഉപ്പയുമായിട്ട് അവള് തീരെ സംസാരിക്കാതായതും പതിയെ പതിയെ അകന്നു പോകാൻ തുടങ്ങിയതും. ആ ഒരു ഇൻസിഡന്റിന് ശേഷം തന്നെയാണ് നമ്മുടെ ഹീറോ സെയ്ദിനും താൻ കാരണം അകാരണമായി ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള കുറ്റബോധത്തിലെ തന്റെ മനസ്സും കയ്യും വിറയ്ക്കുന്ന ആ ഒരു കണ്ടീഷൻ സ്റ്റാർട്ടാവുന്നതും. അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് ആ ഒരു താടിക്കിലെ അവന്റെ ഹെഡ് ബായിജാന്റെ മെസ്സേജ് വരികയാണ്, അടുത്തതായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കുട്ടിയെ തൂക്കിയേക്ക്. എന്നാൽ അവനാണെങ്കിലേ പോലീസ് ഇപ്പോൾ വല്ലാതെ അലേർട്ടാണ്, ഒരാഴ്ച കഴിഞ്ഞിട്ട് പോരെ, നിന്നോട് പറഞ്ഞത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ ആ ഒരു കുട്ടിയെ കണ്ടപ്പോൾ താടി വല്ലാതെ ഷിവറിങ് ആയി പോകുന്നുണ്ട്. അപ്പോഴാണ് അയാൾ കണ്ട ആ ഒരു കുട്ടിയിലെ അവൻ സ്കൂളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കാണുന്നത്. അങ്ങോട്ടേക്ക് താടി പോയപ്പോൾ താടിയെ കണ്ടുടൻ തന്നെ മാമാന്ന് വിളിച്ചിട്ട് അയാളുടെ അരികിലേക്ക് ആ ഒരു പയ്യൻ ഓടി വരികയാണ്. അപ്പോൾ ആ ഒരു താടിയിലെ അവന്റെ കയ്യിൽ ഒരു ബോക്സ് കൊടുക്കുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്തപ്പോൾ അതിലെ ഏതോ ഒരു ചിത്രമുണ്ട്. അത് കണ്ടപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നമ്മള് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോവാണോ? അത് കേട്ടപ്പോൾ അയാൾ സങ്കടത്തില് അവനെ ചേർത്തണക്കിയാണ്. ആ ഒരു കാഴ്ചയിലെ അവരുടെ ക്ലാസ് ടീച്ചർ ജനലിലൂടെ കാണുന്നുണ്ട്. എന്നാൽ അവർ സംസാരിക്കുന്ന എന്താണെന്ന് അവർക്ക് കേൾക്കുന്നില്ല. അങ്ങനെ അന്ന് രാത്രിയിലെ നമ്മുടെ ഹീറോ സെയ്ദിന്റെ ഭാര്യ കുഞ്ഞു മകൻ അയാനെ പാട്ടുപാടി ഉറക്കാണ്. അപ്പോൾ അവനില്ലേ ഒരിക്കൽ ആ വീട്ടിൽ നിന്ന് ഒരു രൂപം മൂളിയ പോലത്തെ പാട്ട് പാടുകയാണ്. അപ്പോൾ മകൻ അയാനെ
എഴുന്നേൽക്കെന്ന് പറയുമ്പോൾ അവൻ നല്ല ഉറക്കത്തിലാണ്. അപ്പോഴാണ് അവന്റെ കയ്യിൽ അവന്റെ ഒരു നോട്ട് കാണുന്നത്. ഓപ്പൺ ചെയ്തപ്പോൾ അവൻ വരച്ചു വെച്ച ചില ചിത്രങ്ങളുള്ള ഡ്രോയിങ് നോട്ടാണ്. അതില് ഒരു പയ്യന്റെ, അതുപോലെ ഒരു പെൺകുട്ടിയുടെ രൂപം, പിന്നീട് ഒരു നായയുടെ രൂപവും അവൻ വരച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്റെ മകളും പറഞ്ഞിരുന്നില്ലേ ഈ വീട്ടിൽ നായില്ലാതെ എങ്ങനെയാ പിന്നെ അതിന്റെ മണം വരുന്നതെന്നൊക്കെ, അതൊക്കെ അവർ ഓർത്തു നോക്കുകയാണ് സംശയത്തില്. ഓൾറെഡി ആ വീട്ടിലെ ജോലിക്കാരൻ നിക്കുമാലില്ലേ, അയാൾ റൂമിൽ ഭക്ഷണം കൊണ്ട് വെക്കാറില്ലേ, അപ്പൊ അയാളുടെ പിന്നാലെ പോയിട്ട് ഇവിടെ എന്താ നടക്കുന്നേ, തന്റെ മകൾക്ക് എന്താ സംഭവിച്ചേ, ആർക്കാ നിങ്ങൾ ഈ ഭക്ഷണം വെക്കുന്നേ? അപ്പോ അയാള് ആംഗ്യ ഭാഷയിലെ അവർക്ക് എന്ന് പറയുന്നുണ്ട്. അവർക്കോ? ആർക്ക്? എന്നാല് അയാള് എനിക്ക് സമയമായി, ഇതെന്തെങ്കിലും ചടങ്ങാണോ? ഈ ചടങ്ങ് നിങ്ങൾ ദിവസം ചെയ്തിട്ടില്ലെങ്കിലേ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ലേ? അപ്പോ അയാൾ പറയുന്നുണ്ട് എനിക്കത് കേൾക്കുന്നുണ്ട്, ഇനി താമസിക്കാൻ പറ്റില്ല. എന്ത് കേൾക്കുന്നുണ്ട്? ഭജൻ കേൾക്കുന്നുണ്ട്. അപ്പോ എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാന്ന് പറഞ്ഞ് അയാളുടെ കൈ പിടിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ലൈറ്റ് അണയാണ്. അപ്പോ കുറച്ചു നേരത്തെ അയാൾ കൊണ്ടുവന്ന് വെച്ച ആ ഒരു ഭക്ഷണ പാത്രം നോക്കുമ്പോൾ അതിലെ ഭക്ഷണം കാണാനില്ല. ആ ഒരു ആത്മാവില്ലേ അത് മുഴുവൻ കഴിച്ചിട്ട് പോയിട്ടുണ്ട്. പെട്ടെന്ന് ഇക്ബാലിന്റെ കഴുത്തില് ആരോ പിടിച്ച പോലെ, ശരീരത്തിൽ ആരോ കയറിയ പോലെ ആ കാഴ്ച കണ്ട് അവര് വല്ലാതെ ഭയന്നു നിൽക്കുമ്പോൾ ഇതുവരെ സംസാരിക്കാൻ കഴിയാതിരുന്ന ഇക്ബാലിലെ അയാൾ സംസാരിക്കുകയാണ്. ഈ ഗ്രാമത്തിലെ കാണാതാവുന്ന കുട്ടികളെ ഞാനാണ് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതും പറഞ്ഞ് പെട്ടെന്ന് ഇക്ബാലിന്റെ ശരീരത്തിൽ നിന്ന് ആ ഒരു ആത്മാവ് പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോ അവരുമ്മ പറയുന്നുണ്ട് എന്റെ മകള് നൂറിയെ എന്നിലേക്ക് എത്തിക്കോ, അതിനായി എന്നെ സഹായിക്കോ. അപ്പോ പതിയെ അവരുടെ ഉള്ളിലേക്ക് ആ ആത്മാവ് പ്രവേശിക്കുകയാണ്. പിന്നീട് അവര് കണ്ണു തുറക്കുമ്പോൾ ഏതോ ഒരു അജ്ഞാത റൂമിലാണ് അവരുള്ളത്. അപ്പോഴാണ് ആ റൂമിന്റെ പല ഭാഗത്തായിട്ട് ഇതുവരെ കാണാതായ എല്ലാ കുട്ടികളെയും പൊസസ്ഡ് ആയ രീതിയിൽ കാണുന്നത്. അപ്പോ ആ കുട്ടികളുടെ മുമ്പിലായിട്ടും ശരീരത്തിലും എന്തോ ഒരു വെളിച്ചം പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ തന്റെ മകളോട് വാമോളെ നമുക്ക് പോവാന്ന് പറഞ്ഞ് അവളെ ഉണർത്താൻ നോക്കുമ്പോ പെട്ടെന്നില്ലേ അവര് ആ ഒരു വീടിന്റെ മുൻപില് കണ്ണു തുറക്കാണ്. അവർക്ക് മനസ്സിലായിട്ടുണ്ട് ആ ഒരു ആത്മാവ് തനിക്കിതൊക്കെ കാണിച്ചു തന്നതാണ്. ആ കുട്ടികളൊക്കെ ഏതോ ഒരു സ്ഥലത്ത് ലോക്ക് ചെയ്യപ്പെട്ട് കുടുങ്ങിക്കിടക്കാണ്. അതേസമയത്ത് നമ്മുടെ ഹീറോയുടെ അസിസ്റ്റന്റിന് ഒരു കോള് വരുന്നുണ്ട്. അതായത് ക്ലീൻ ഷേവ് ഖാലിദില്ലേ, അവൻ പാകിസ്ഥാനിലേക്ക് ബോർഡർ ക്രോസ് ചെയ്ത് രക്ഷപ്പെടാൻ നോക്കിയപ്പോ പോലീസ് അവനെ കയ്യോടെ പൊക്കിയിട്ടുണ്ട്. അങ്ങനെ അവനെ പഞ്ഞു കിട്ടട്ടെ നൂറുടെ വീഡിയോ കാണിച്ചിട്ട് ഇവളെ എവിടെയുള്ള നീയല്ലേ ഇവളെ കൊണ്ടുപോയത്. അപ്പോ അവൻ പറയുന്നുണ്ട് എന്തൊക്കെ ചെയ്താലും ഈ ഒരു കാശ്മീർ മുഴുവൻ പാകിസ്ഥാനുള്ളതാണ്, ഞങ്ങളത് കയ്യിലാക്കിയിരിക്കും. അത് കേട്ടപ്പോ കലിപ്പായിട്ട് നമ്മുടെ ഹീറോ സെയ്ദിലെ ഗണ്ണെടുത്ത് അവൻ നെറ്റിക്ക് പൊട്ടിക്കുകയാണ്. എന്നാല് ബുള്ളറ്റ് ഇടാൻ മറന്നിട്ടുണ്ട്. അതിട്ടപ്പോ അവന്റെ മുട്ട് വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ സത്യം പറയാം. അപ്പോഴാണ് ഒരു കോൺസ്റ്റബിൾ ഓടിയെന്ന് പറയുന്നത് നിങ്ങളുടെ ഭാര്യ കുലം അവര് പുറത്തു വന്നിട്ടുണ്ട്, നിങ്ങളെ കാണുന്ന പറയുന്നേ. നോക്കുമ്പോൾ ആ ക്ലീൻ ഷേവ് ഇക്ബാലിലെ അവന്റെ കൂട്ടാളികള് പുറത്ത് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പേടിച്ച് സെയ്ദ് പറയുന്നുണ്ട് നീ എന്ത് ധൈര്യത്തിൽ എങ്ങോട്ട് വന്നേ, നീ ആരാന്ന് അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ എന്ത് ചെയ്യാൻ അവർ മടിക്കില്ല. അപ്പൊ ഭാര്യ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ, നിങ്ങളെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, ഒന്ന് വീട്ടിലേക്ക് വരില്ല, കഴിഞ്ഞ ഒരാഴ്ചയായില്ലേ ഞാൻ നമ്മുടെ മകളെ നൂറിയെ കണ്ടു. അത് കേട്ടപ്പോ സെയ്ദ് ഷോക്കായി പോകുന്നുണ്ട്. അതേ സമയത്ത് ആ ഒരു ഖാലിദിലെ അവൻ അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട് ഇതൊരു രഹസ്യ പ്ലാനിംഗ് ആണ്, ഞങ്ങൾക്ക് ബായ്ജാൻ വഴി കിട്ടുന്ന നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെ കുട്ടികളെ അയാളുടെ കയ്യിലേക്ക് എത്തിക്കണം, പാകിസ്ഥാൻ കയ്യിലാക്കാനുള്ള അവരുടെ പ്ലാനാണിത്. അപ്പോ ഈ ബായ്ജാൻ ആരാ ചോദിക്കുമ്പോൾ അയാളെ ഞങ്ങൾ കണ്ടിട്ടോ യഥാർത്ഥ ശബ്ദം കേട്ടിട്ടോ ഇല്ല. അതേ സമയത്ത് സെയ്ദിന്റെ ഭാര്യ പറയുന്നുണ്ട് ഞങ്ങൾ താമസിക്കുന്ന ആ വീട്ടിലെ പലപ്പോഴായിട്ട് മകളെ നൂറി അവളൊരു നായയുടെ മണം വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, അതുപോലെ നമ്മുടെ മകൻ അയാൻ അവനെന്തോ വിചിത്ര രൂപങ്ങൾ വരയ്ക്കുന്നില്ലേ, ഞാനും അതുപോലെ പല അമാനുഷിക കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ആ വീട്ടില് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. ഒരിക്കൽ നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ, ആ വീട്ടില് ഒരു പൂജാ റൂമുണ്ടെന്ന്. ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ആ വീടിന് അവിടെ നടന്ന എന്തോ സംഭവത്തിന് കണക്ഷൻ ഉണ്ട്, അതാദ്യം നമ്മൾ കണ്ടെത്തണം. എന്നാൽ ഹീറോ സെയ്താണെങ്കിലേ ഇതൊക്കെ നിന്റെ തോന്നൽ മാത്രമാണ്, ഇതിന്റെ ഒക്കെ പിന്നിലെ ചില തീവ്രവാദികളാണ്, അതിലൊരുത്തനാണ് ഉള്ളിലുള്ളത്, അവനെ പിടിച്ച് അവന്റെ പിന്നിൽ ആരാണ് അവനെ ഞാൻ പൂട്ടും. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ഇക്ബാലില്ലേ അവനോട് എസ് ചോദിക്കുന്നുണ്ട് നീ കൊണ്ടുപോയ കുട്ടികള് സെയ്ദ് സാറിന്റെ മകളെ നൂറി അവരെവിടെ? അപ്പോൾ അവൻ ചോദിക്കുന്നത് അല്ല സാറേ നിങ്ങളുടെ കയ്യിലില്ല അവരെ, ഞങ്ങളുടെ പ്ലാന് നേരത്തെ മനസ്സിലാക്കിയിട്ട് നിങ്ങളാണ് ആ കുട്ടികളെ രക്ഷപ്പെടുത്തിയെന്നാ ഇതുവരെ ഞങ്ങൾ കരുതിയിരുന്നേ. അത് കേട്ടപ്പോ പോലീസുകാരൻ അവന്റെ മുഖത്തൊന്ന് കൊടുത്തിട്ട് കള്ളത്തരം പറയുന്നോടാ. അപ്പൊ കരഞ്ഞോട് പറയുന്നുണ്ട് ഇല്ല സാറേ സത്യ, ഞങ്ങളുടെ പ്ലാൻ ഒന്നും വർക്കായില്ല, ഇതുവരെ ഒരു കുട്ടിയെ പോലും ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല, ഇന്നാണ് ഒരു തടസ്സമില്ലാതെ ആദ്യത്തെ കുട്ടിയെ ഞങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നത്, അതിനുശേഷമാണ് ഞങ്ങൾ ഇന്ത്യയെ ഭയപ്പെടുത്താനായിട്ടുള്ള ആ ഒരു കൊലപാതകങ്ങൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ആദ്യത്തെ പ്ലാൻ ആരാ? അപ്പോൾ അവൻ പറയുന്നുണ്ട് ആ താടിയുടെ അനിയത്തിയുടെ മകനാണ്. അതേ സമയത്ത് ആ ഒരു താടി ആ ഒരു കുഞ്ഞിനെ അവൻ പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ കയ്യിലെ ഏൽപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോ സെയ്ദിനോട് തന്റെ ഭാര്യ പറയുന്നുണ്ട് അടുത്തതായിട്ട് കാണാതെയാവാൻ പോകുന്ന കുട്ടിയുടെ പേര് എനിക്കറിയാം, അവന്റെ പേര് യാസിർ എന്നാണ്. അതേ സമയത്ത് ആ ഒരു തീവ്രവാദിയിലെ ആ ഒരു കുട്ടിയെ കൂട്ടിയിട്ട് മഞ്ഞുമലയിലൂടെ എങ്ങോട്ടോ പോവാണ്. ഓൾറെഡി നമ്മുടെ ഹീറോയ്ക്കും ടീമിനും ആ കാര്യം മനസ്സിലായിട്ടില്ലേ. അപ്പോൾ ഒളിഞ്ഞിരുന്ന് ആ തീവ്രവാദിയുടെ നെറ്റിയിൽ പൊട്ടിക്കുകയാണ്. അവൻ തെറിച്ചു വീണപ്പോ അവന്റെ ഗണ്ണ് നേരെ ആ ചെറിയ കുട്ടി യാസിറിന്റെ കയ്യിലാണ് കിട്ടിയത്. അവൻ ആ ഗണ്ണെടുത്ത് ഓടുമ്പോ നമ്മുടെ ഹീറോ പിന്നാലെ പോയിട്ട് അവനോട് പറയുന്നുണ്ട് മോനെ ആ ഗണ്ണ് താഴെയിട്. അപ്പോൾ ആ കുട്ടിയാണെങ്കിലേ ഞാൻ ഷൂട്ട് ചെയ്യും, എനിക്ക് ജയിലിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഹീറോ ചെയ്ത് തന്റെ കയ്യിലെ ഗണ്ണ് താഴെയിട്ടിട്ട് നിനക്ക് ഞാൻ ഉറപ്പ് തരികയാണ്, നിനക്ക് ഒരു ജയിലും പോകേണ്ടി വരില്ല,
വരില്ല. നിനക്ക് നിന്റെ ഉമ്മയുടെ അരികെ പോണ്ടേ? അത് കേട്ടപ്പോ ആ കുട്ടി എനിക്ക് പോണം, അപ്പൊ കണ്ണ് താഴെ വെക്ക്. അപ്പോഴാണ് പെട്ടെന്ന് ആ മരത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു കറുത്ത രൂപം വന്നിട്ട് ആ ഒരു കുട്ടിയെ പിടിച്ച് വലിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. അവനെ രക്ഷിക്കാനായിട്ട് സെയ്ദ് എത്ര ശ്രമിച്ചിട്ടും ആ കുഞ്ഞിനെ കാണാൻ കഴിയുന്നില്ല. അവിടെ മരം മാത്രമേ ഉള്ളൂ. മരത്തിന്റെ പുറത്ത് അവന്റെ മുടിയുടെ ഒരു പീസും ഉണ്ട്. ആ ഒരു കാഴ്ച നേരിട്ട് കണ്ടപ്പോഴാണ് നമ്മുടെ സെയ്ദിന് ആ കാര്യം ഉറപ്പാവുന്നത്. തന്റെ ഭാര്യ പറഞ്ഞതൊക്കെ സത്യം തന്നെയായിരിക്കാം. അതേ സമയത്ത് ആ ഒരു താടിയിലെ അയാള് തന്റെ ഹെഡ് ഭാര്യനെ വിളിച്ച് പറയുന്നുണ്ട്, ഞങ്ങളുടെ അവസാനത്തെ പ്ലാനും പോലീസ് ഇല്ലാതെയാക്കി, എന്തെങ്കിലും ഇപ്പോഴേ ചെയ്യണം. അപ്പൊ അയാൾ പറയുന്നുണ്ട്, നിന്റെ കൂട്ടാളി കാലിദില്ലേ, അവൻ പോലീസിന്റെ കയ്യില. കുറച്ച് നാളത്തേക്ക് നീ അണ്ടർഗ്രൗണ്ടിലേക്ക് പോ, ഞാൻ പറഞ്ഞിട്ട് പുറത്തിറങ്ങിയാൽ മതി. അതേ സമയത്ത് ഒന്നും മനസ്സിലാവാതെ നമ്മുടെ സെയ്ദിലെ നേരെ വീട്ടിലേക്ക് എത്തിയപ്പോ തന്റെ ഭാര്യയും ജോലിക്കാരനും ആ ഒരു റൂമില് ഭക്ഷണം കൊണ്ടുവച്ചിട്ടുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോ ആ ലൈറ്റ് അടഞ്ഞുകൊണ്ട് ആ ഭക്ഷണം കാണാതെ ആവാണ്. അവരൊക്കെ ഷോക്കായി തരിച്ചു നിൽക്കുമ്പോ അവരുടെ ആരുടെയും മേത്ത് ആ ഒരു ആത്മാവ് കയറിയിട്ടില്ല. അപ്പോഴാണ് ആ വീട്ടിലെ റൂം തുറന്നിട്ട് അവരുടെ മകൻ അയാനില്ലേ, അവൻ പുറത്തു വരുന്നത്. അവന്റെ കണ്ണൊക്കെ വിചിത്രമായി മാറിയിട്ടുണ്ട്. അതായത് ആ കുട്ടിയുടെ ഉള്ളിലാണ് ആ ഒരു ആത്മാവെപ്പ് ഉള്ളത്. പെട്ടെന്ന് ആ ഒരു കുട്ടിയിലെ ഹീറോയുടെ ഭാര്യ നോക്കുമ്പോ അവര് ചോദിക്കുന്നുണ്ട്, നിന്റെ പേരെന്താ? അപ്പോ ഒരു പെൺകുട്ടിയുടെ ശബ്ദത്തില് എന്റെ പേര് ഇല എന്നാണ്. മോളെ, നിന്റെ കൂടെ ആരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നേ? എന്റെ അച്ഛൻ, അമ്മ, അതുപോലെ എന്റെ ഏട്ടൻ, പിന്നെ ഞങ്ങളുടെ സ്വന്തം ഷീറുവും. അത് പറഞ്ഞപ്പോ ആ ഒരു നായയുടെ ശബ്ദം കേൾക്കാണ്. ഷീറു എന്നത് അവരുടെ പെറ്റ് നായാണ്. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ സംഭവിച്ചേ? അപ്പൊ ആ കുഞ്ഞ് പറയുന്നുണ്ട്, ഞങ്ങളെ അവര് ചതിച്ചതാ. ആര് ചതിച്ചോന്ന്? അപ്പൊ പെട്ടെന്ന് ആ കുഞ്ഞില്ലേ അതിന്റെ തലയുടെ ഒരു ഭാഗത്തായിട്ട് ചൊറിഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോ കാണുന്നത് ആ ഭാഗത്തുനിന്ന് രക്തം വരുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് പുറത്ത് ആരോ ബെല്ലടിക്കുകയാണ്. അതേ സമയത്ത് അവരുടെ മകൻ അയാനില്ലേ ബോധം കെട്ട് താഴെ വീണിട്ടുണ്ട്. അവന്റെ ഉള്ളിൽ നിന്ന് ആ ആത്മാവ് തിരിച്ചു പോയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളിലെ ആ ഒരു ടീച്ചറില്ലേ ഒരു ലെറ്ററുമായി വന്നിരിക്കുകയാണ്. കൂടെ പോലീസ് ടീമുണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, ഇത് എവിടെ നിന്ന് കിട്ടിയ? ഇന്ന് ക്ലാസ് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ എന്റെ വീട്ടിലെ വാതിലിന് മുമ്പിൽ കിടക്കരുത്, ഇന്ത്യക്ക് കൂട്ടു നിൽക്കുന്ന ഞങ്ങളെ ചതിക്കുന്ന ചാരന്മാര് ആരുണ്ടെങ്കിലും അവരുടെ തല കൊയ്യുമെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അത് കേട്ട ടീച്ചർ ഭയന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിയാവുന്നുണ്ട്. എന്നിട്ട് ഹീറോ സെയ്ദിനോട്, ഞങ്ങൾ കുറെ പ്രാവശ്യം നിങ്ങളെ വിളിക്കാൻ ശ്രമിച്ചതാ, എന്നാൽ ഫോൺ കണക്ട് ആയില്ല. അപ്പോൾ പോലീസുകാരും പറയുന്നുണ്ട്, സാറ് വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ എന്തായാലും വീട്ടിലുണ്ടെന്ന് കരുതിയിട്ടാ ഇവരെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ സെയ്ദ് ടീച്ചറോട് പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, ഒരു കോൺസ്റ്റബിളെ കൂടെ അയച്ചേക്കാം. അങ്ങനെ അയാളെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുമ്പോൾ ഫോണിൽ റേഞ്ച് ഇല്ല. ലാൻഡ് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതും കണക്ട് ആവുന്നില്ല. അപ്പോൾ തന്റെ അസിസ്റ്റന്റ് കോൺസ്റ്റബിൾ വിളിക്കുമ്പോൾ അയാൾ ഉള്ളിലേക്ക് വരുന്നതിന് മുൻപ് ദൂരെ നിന്ന് ആരോ ഒരാൾ അയാളെ ഷൂട്ട് ചെയ്യാണ്. പിന്നീട് തുടർച്ചയായിട്ട് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയ്ക്ക് ഉറപ്പായിട്ടുണ്ട് ഇതിന്റെ പിന്നിലെ ആ തീവ്രവാദികളാണ്. അവർ ഓരോരുത്തരും ടാർഗറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ സെയ്ദിന് ഉറപ്പായിട്ടുണ്ട് അവരെ വെളിച്ചം വെച്ചിട്ടാണ് തങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത്. പെട്ടെന്നാണ് ആ ഒരു ലൈറ്റിലെ മിന്നി അണയുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് ആ വീട്ടിലുണ്ടായിരുന്ന ആത്മാക്കള് അവർക്ക് എന്താണ് സംഭവിച്ചെന്നുള്ള ആ ഒരു കാഴ്ചയില് അവരുടെ കൺമുമ്പില് റിയൽ ടൈമില് കാണിച്ചു കൊടുക്കുന്നത്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കാശ്മീരിലെ തീവ്രവാദികളെ കയ്യേറിയിട്ട് പാകിസ്ഥാനുമായിട്ട് ചേരാൻ താല്പര്യമുള്ള മുസ്ലിമീങ്ങളല്ലാതെ ബാക്കി ആരും ഇവിടെ ഉണ്ടാവാൻ പാടില്ല, എല്ലാവരെയും ഉന്മൂലനം ചെയ്യണമെന്ന് ഒരു പോരാട്ടം നടത്തിയിരുന്നു. അതിൽ കുറേയധികം ആളുകളെ അവര് കൊലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ തെരുവില് വലിയ കലാപനം നടക്കുമ്പോൾ ആ വീട്ടിലെ കുട്ടി നിലയുടെ അച്ഛനില്ലേ അയാളൊരു ഡോക്ടറായിരുന്നു. അയാള് പോലീസിനെ വിളിച്ച് ഹെൽപ്പ് ചോദിക്കുകയാണ്. അപ്പോൾ അയാളുടെ അസിസ്റ്റന്റ് ആയിരുന്ന ഒരു മുസ്ലിമായ ആള് പറയുന്നുണ്ട്, നിങ്ങളിവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. എന്നാൽ അയാളാണെങ്കിൽ എന്റെ മൂത്ത മകൻ അവൻ പുറത്തു പോയതാ, അവനെ കൂട്ടിയിട്ട് പോലീസ് വന്ന് ഞങ്ങളിവിടെ രക്ഷപ്പെട്ട് പോയിക്കോളാം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്റെ സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യാൻ കൂടെ, അതുപോലെ ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. അതേ സമയത്ത് അയാളുടെ ഭാര്യ തന്റെ മകള് നിലയിലെ ഒരുക്കിയിട്ട് അവരുടെ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനുള്ളില് അവരുടെ വീടും തകർത്തുകൊണ്ട് ആ തീവ്രവാദികള് ഉള്ളിൽ കയറാണ്. നിങ്ങൾക്ക് പുറത്ത് പറയുന്ന കേൾക്കുന്നില്ലേ, ഇത് ഞങ്ങളുടെ നാടാണ്, ഞങ്ങളുടെ സ്ഥലം. എന്നാൽ ഡോക്ടർ പറയുന്നുണ്ട്, ഇത് എന്റെ വീടാണ്, എന്റെ സ്ഥലത്ത് നിന്ന് ഞാൻ ആരെയും പേടിച്ച് എങ്ങോട്ടും പോവില്ല. അപ്പോൾ അയാളുടെ മുഖത്തുനിന്ന് കൊടുത്തിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിൽ വേറെ ആരാ ഉള്ളേ? അയാൾ പറയുന്നുണ്ട്, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ആ ഒരു ഡോക്ടറുടെ സഹായി പറയുന്നുണ്ട്, നിങ്ങളെ ഇവരെ എന്തിനു ഉപദ്രവിക്കുന്നേ, അവര് വെറുതെ വിട്ടേക്ക്. എന്നാൽ ആ തീവ്രവാദിയിലെ ആ മുസ്ലിമായ അയാളെയും കൊന്നുകളയാണ്. അപ്പോൾ രണ്ടാളുകൾ അയാളെ പിടിച്ചു വെക്കാണ്. അപ്പോൾ ഭയത്തിലെ അയാള് ഓം നമഃശിവായ എന്ന് വിളിക്കുമ്പോൾ ആ തീവ്രവാദികളിലെ ആ ഡോക്ടർ പിടിച്ചു വെച്ച് അയാളെയും ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്താണ്. അതേ സമയത്ത് ആ ഒരു അമ്മയിലെ തന്റെ മകള് നിലയും കൂട്ടിയിട്ട് ഒരു റൂമിലെ ആ തീവ്രവാദികളെ കണ്ണിൽ പെടാതെ ഒളിഞ്ഞിരിക്കുമ്പോൾ ആ കാഴ്ച നമ്മുടെ സെയ്ദിന്റെ ഭാര്യയും കാണാണ്. അപ്പോഴാണ് റൂമിന്റെ പുറത്ത് ആരോ തട്ടുന്ന കേൾക്കുന്നത്. പോയി നോക്കുമ്പോൾ തന്റെ നെയ്ബർ ആയിരുന്ന ഒരു പെൺകുട്ടിയാണ്, തന്റെ മകളുടെ കൂടെ കളിച്ചു വളർന്ന കുട്ടി. ആ കുട്ടിയോട്, മോളെ പുറത്തു നിൽക്കല്ലേ, അപകട ഉള്ളിലേക്ക് വന്ന് പറഞ്ഞപ്പോ അവള് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, അവര് ഇവിടെയുണ്ട്. അത് കേട്ടപ്പോ ആ ഒരു അമ്മയുടെ ഉള്ളിൽ തകർന്നു പോവാണ്. വേഗം തന്നെ റൂമിന്റെ വാതിലടച്ച് തന്റെ മകളെ ആ റൂമിന്റെ ഉള്ളിലുള്ള പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി ആക്കാണ്. അവളുടെ മുടിയൊക്കെ മുറിച്ചിട്ട് ഒരു ചെറിയ ആൺകുട്ടിയെ പോലെ അവളെ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അവൾക്ക് പേടി തോന്നാതിരിക്കാനേ ഒരു താരാട്ട് പാട്ട് പാടിക്കൊടുക്കുകയാണ്. ആ ഒരു കുട്ടിയും തിരിച്ച് പാട്ട് പാടുന്നുണ്ട്, ഇനി അമ്മയ്ക്ക് എന്ത് സംഭവിച്ചാലും മോളെ നീ പുറത്ത് വരരുത്. അപ്പോൾ ആ ഒരു ശബ്ദം കേട്ടിട്ട് ആ തീവ്രവാദികളില്ലേ ആ ഒരു
അമ്മയും മൃഗീയമായിട്ട് ഉപദ്രവിക്കുകയാണ്. അവരെയും കൊലപ്പെടുത്തുന്നുണ്ട്. ആ ശബ്ദം കേട്ട കുഞ്ഞില്ലേ ഉള്ളിൽ നിന്ന് അലറി കരയുന്നുണ്ട്. അമ്മയെന്ന് വിളിച്ച്. അവസാനം അവരുടെ കയ്യിൽ ആ ഒരു കുട്ടിയും പെടുകയാണ്. അവരുടെ പെറ്റായിരുന്ന ആ ഒരു നായും പെടുകയാണ്. അങ്ങനെ ആ ഒരു വീട്ടിൽ താമസിച്ച കുടുംബത്തിന് എന്താണ് സംഭവിച്ചതെന്ന് നമ്മുടെ ഹീറോ സെയ്തും ഫാമിലിയും നേരിട്ട് കാണാണ്. അങ്ങനെ പ്രസന്റിലെ ആ തീവ്രവാദികള് ഓരോരുത്തരായിട്ട് ആ വീട്ടിലേക്ക് വരികയാണ്. അതിലെ തീവ്രവാദികളുടെ നേതാവില്ലേ നമ്മുടെ ഹീറോ ആയിട്ടുള്ള സെയ്ദിനെ വല്ലാതെ ഉപദ്രവിക്കുമ്പോൾ പുറത്ത് നമ്മുടെ ആർമി ടീം എത്തിയിട്ടുണ്ട്. തീവ്രവാദികളോട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് സറണ്ടർ ആയിക്കോ, ഇല്ലെങ്കിൽ എല്ലാത്തിനും തീർത്തളിയും. അപ്പൊ ആ ഒരു താടിയില്ലേ നമ്മുടെ ടീച്ചറെ ലോക്ക് ചെയ്തിട്ട് ഗൺ പോയിന്റിൽ പുറത്ത് കൊണ്ടുവരികയാണ്. ആർമി ആണെങ്കിലേ മര്യാദയ്ക്ക് ഗണ്ണ് താഴെയിട്ടോ, എനിക്ക് പോകാനുള്ള വഴിയൊരുക്ക്. അപ്പോൾ ടീം പറയുന്നുണ്ട് ഗണ്ണ് താഴെയിട്ടേക്ക്, അവൻ പോയിക്കോട്ടെ. അപ്പോഴാണ് പെട്ടെന്ന് മുകളിൽ നിന്ന് ആരോ ആ ടീച്ചറെ ഷൂട്ട് ചെയ്യുന്നേ. നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ സെയ്ദിന്റെ ഭാര്യ, നമ്മുടെ നായികയാണ്. അവരുടെ ഉള്ളിലെ ആത്മാവാണ് ആ ടീച്ചറെ തീർത്തത്. അതുകൊണ്ട് നമ്മുടെ താടി കണ്ണെടുക്കുമ്പോൾ നമ്മുടെ ഹീറോ സെയ്ദ് അവന്റെ നെറ്റിയിലും പൊട്ടിക്കുകയാണ്. അപ്പോൾ പതിയെ അവരുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു ആത്മാവ് പുറത്തേക്ക് പോകുന്നുണ്ട്. നമ്മുടെ നായികയ്ക്ക് എന്താണ് സംഭവിച്ചത് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ആ ഒരു ടീച്ചറുടെ നെറ്റിയിൽ ഒരു പാട് കാണുന്നത്. കുറച്ചു നേരത്തെ നിലയെന്ന കുട്ടിയിലെ അവളുടെ നെറ്റി മാന്തി പറിച്ചുകൊണ്ട് ഒരു പാടാക്കിയിരുന്നില്ലേ. അപ്പോൾ അവൾ കാണിച്ചു കൊടുത്തതാണ് ആരാണ് ഇവരെ ഒറ്റുകൊടുത്തതെന്ന്. അതായത് നെയ്ബർ ആയിരുന്ന ഒരു പെൺകുട്ടിയല്ലേ അവരെ കാണിച്ചു കൊടുത്തത്. ആ നെയ്ബർ വേറെ ആരുമല്ല, ഈ ഒരു ടീച്ചർ തന്നെയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മുകളിലുണ്ടായിരുന്ന ആ ഒരു വെള്ളപ്പൂവില്ലേ അത് മാഞ്ഞു പോവാണ്. അതേ സ്ഥലത്ത് നമ്മുടെ ഹീറോ സെയ്ദിന്റെ മകള് നൂറി അവള് കണ്ണ് തുറക്കാണ്. അങ്ങനെ തന്റെ മകളിലെ തന്റെ പാരന്റ്സിന്റെ അരികിലേക്ക് ഓടി വന്നിട്ട് ഹീറോ സെയ്ദിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അന്ന് തന്റെ പിതാവിന് സംഭവിച്ചത് ഒരു തെറ്റായിരുന്നെന്ന് ആ മകൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയുടെ ഫാമിലി പുറത്തുനിന്ന് ആ വീട്ടിലേക്ക് നോക്കുമ്പോൾ ആ വീട്ടില് ജീവൻ നഷ്ടപ്പെട്ട ഒരു കുടുംബം ഉണ്ടായിരുന്നില്ലേ, അവരോരോരുത്തരും ഇവർക്ക് നന്ദി പറയാണ്. അതായത് അവരെ ചതിച്ചതാരാണോ അവരെ ഇല്ലാതാക്കാന് നമ്മുടെ ഹീറോയും കുടുംബവും സഹായിച്ചില്ലേ. അതേ സമയത്ത് നദിയിൽ വെച്ച് കാണാതായ ആ ഒരു കുട്ടിയിലെ അവൻ വീണ്ടും ആ ഒരു ബോട്ടിൽ തന്നെ തിരിച്ചു വരികയാണ്. ആ മരത്തിൽ വെച്ച് കാണാതായ ആ ഒരു കുട്ടിയും മരത്തിന്റെ പുറത്തേക്ക് വരികയാണ്. അതുപോലെ മാജിക് ബോക്സിൽ വെച്ച് കാണാതായ നമ്മുടെ MLA യുടെ മകൻ ആസാദ് അവനും പുറത്തു വരികയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ സെയ്ദി നാട്ടിലേക്ക് വന്ന് ജോലി കംപ്ലീറ്റ് ആയില്ലേ. കാണാതായ എല്ലാ കുട്ടികളും തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു വീടും നാടും വിട്ട് അവര് തിരിച്ച് അവരുടെ ഗ്രാമത്തിലേക്ക് പോവാണ്. അപ്പോഴാണ് അവിടെ എഴുതി കാണിക്കുന്നത് ഇത് കാശ്മീരിലെ ചില പണ്ഡിത്തുകൾക്ക് നടന്ന യഥാർത്ഥ ക്രൂരതയുടെ സംഭവമാണ്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ ഹീറോയും ടീമും ഡൽഹിയിൽ വെച്ച് ഒരു ഡോക്ടർ മീറ്റ് ചെയ്യാണ്. എന്നിട്ട് അവരുടെ മകൻ അയാനെ ആ ഒരു വീട്ടിലെ ഒരു മുറിയിൽ നിന്ന് കിട്ടിയ ശംഖുകളുള്ള ബോക്സിലെ ആ ബോക്സ് കൊടുക്കുമ്പോൾ ആ ഒരു ഡോക്ടർ വല്ലാതെ നെഞ്ചുപൊട്ടി കരയുന്നുണ്ട്. ഈ ഒരു ഡോക്ടർ ആരെന്ന് മനസ്സിലായോ? അന്ന് മരണപ്പെട്ട ആ ഒരു പണ്ഡിത്ത് കുടുംബത്തിലെ ഒരു മൂത്ത മകനുണ്ടായിരുന്നില്ലേ, അവരന്ന് സ്കൂളിലേക്ക് പോയതായിരുന്നു ആ ഒരു പയ്യൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയെ ആ ഒരു ഡോക്ടർ വാരിപ്പുണർന്ന് നെഞ്ചുപൊട്ടി കരയാണ്. ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോയ എല്ലാ കൂട്ടുകാരും മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി കഥയുമായിട്ട് നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.